8 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം എന്നൊക്കെ വാച്ചിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പെട്ടെന്നൊന്ന് വിചാരിച്ചു, ഇത്രയും വിലയുള്ള വാച്ചുകളൊക്കെ ആര് വാങ്ങിക്കാനാ? പക്ഷേ ഒരു 2-3 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി, നമുക്ക് വാച്ചില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ. വാച്ച് നമുക്ക് കിട്ടുന്നില്ല. റോളക്സ് വാച്ചുകളെല്ലാം ഹാൻഡ് മെയ്ഡ് വാച്ചുകളാണ്. ഏകദേശം ഒരു വാച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് പുറത്തു വരാനായിട്ട് ഏകദേശം 1 വർഷത്തോളം സമയം എടുക്കുന്നുണ്ട്. ഓരോ വാച്ചും ആ മെഷീൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെഷീൻ ഇൻവെന്റ് ചെയ്തിട്ടാണ് റോളക്സ് അത് ഉണ്ടാക്കുന്നത്. ഈവൻ സ്വർണം പോലും അവർ സ്വന്തമായി വാങ്ങിച്ച് ഉരുക്കി എടുത്തിട്ടാണ് അവരുടെ വാച്ചിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വർണത്തിൻ്റെ അവൈലബിലിറ്റി കുറയുവാണെങ്കിൽ ഗോൾഡ് വാച്ചുകളുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും റോളക്സിന് ആവശ്യത്തിനുള്ളൊരു ഡിമാൻഡ് അനുസരിച്ചൊരു സപ്ലൈ പറ്റാതെ വരുന്നത്. അവരുടെ ക്വാളിറ്റി കാരണം ആ വാച്ചുകൾക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. ഇത് നമുക്ക് തലമുറയ്ക്ക് കൈമാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ്. റോളക്സിൽ ഒരു കോഡ്സ് വാച്ച് ഉണ്ട്, പലർക്കും അറിയില്ല. ഒരു 40 വർഷം മുമ്പ് റോളക്സ് ബാറ്ററി ഓപ്പറേറ്റഡ് ഒരു വാച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ജനറലി നമുക്കത് കാണാൻ കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ എറണാകുളത്ത് തന്നെ അത് ഓൺ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വരുമ്പോൾ നമ്മൾ പോലും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കോഡ്സ് വാച്ച് റോളക്സിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ റോളക്സുമായിട്ട് ബന്ധപ്പെട്ടു. അവരത് ഫ്രീ ഓഫ് കോസ്റ്റ് ആ വാച്ചിൻ്റെ ബാറ്ററി എല്ലാം മാറ്റി തിരിച്ച് കസ്റ്റമർക്ക് കൈമാറി. ഇപ്പോഴത്തെ റീസെയിൽ വാല്യൂ വെച്ച് ഒരു 7 ലക്ഷം രൂപ വരെ വില വരാവുന്ന ഒരു വാച്ച്. അച്ഛൻ കെട്ടിയ വാച്ചാണ്. നമ്മളത് റീസ്റ്റോർ ചെയ്തെടുത്തപ്പോൾ നമുക്കതൊരു 7 ലക്ഷം രൂപയോളം ചിലവ് തോന്നും. അദ്ദേഹത്തിന് ഒരു 7 ലക്ഷം രൂപ മുടക്കിയ സമയത്ത് വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ കൂടി ഇട്ട പുതിയതൊരെണ്ണം വാങ്ങിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അത് വേണ്ട. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് ഉപയോഗിച്ച വാച്ചായിരുന്നു. അദ്ദേഹം ആ വാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് അദ്ദേഹം അത് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇത് വാങ്ങിച്ചത്. നമുക്ക് കുറച്ച് വില കുറച്ച് തരാം, അളിയൻ തന്നതാണ്, ഗൾഫിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെയൊന്ന് പറയുന്ന വാച്ചുകളുടെ പുറകെ പോവാതിരിക്കുക. അതായത് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും: കൊറോണയ്ക്ക് ശേഷം സെയിൽ കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വാച്ചുകൾ ഓൺലൈനിൽ വിറ്റ് തീർക്കുന്നു. റോളക്സ് വാച്ചിന് ഓൺലൈനിൽ സെയിലില്ല. വാച്ച് മേക്കിങ്ങിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ റെമ്യൂണറേഷൻ എന്നൊക്കെ പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. പക്ഷെ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. റോളക്സിന് കോളേജുണ്ട്. ഈവൻ റോളക്സിൽ പോലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് ഒത്തിരി മെക്കാനിക്സിന് ആവശ്യമുണ്ട്. സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഈവൻ അവർ തന്നെ ആളുകളെ സോഴ്സ് ചെയ്ത് വാച്ച് മെക്കാനിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് ഫ്രീ ആയിട്ട് ജോലി കൊടുക്കാൻ വരെ തയ്യാറായിക്കൊണ്ടൊരു ഇനിഷ്യേറ്റീവ് വരെ ഞാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. വേൾഡ് മൊത്തം പിടിച്ചു കുലക്കിയ ഒരു പോക്കറ്റ് വാച്ച് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. തിക്കും തിരക്കും വന്നു, ഒത്തിരി ആക്സിഡൻസ് സംഭവിച്ചു. വേൾഡ് വൈഡ് ആ വാച്ചിൻ്റെ സെയിൽ നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ 40,000 രൂപ വിലയേ ഉള്ളൂ ആ വാച്ചിന്. പക്ഷേ ആ വാച്ചിന് ഇപ്പോൾ റീസെയിൽ മാർക്കറ്റിൽ വില 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ. A watch is never just about time. For some, it is identity. For some, it is achievement. And for some, it becomes emotion, legacy, and obsession. Today on Shine with Nalan, we explore the fascinating world of luxury watches, craftsmanship, collecting, and the timeless story behind Rolex. Our guest today has spent over 14 years deeply connected to the world of watches, understanding not just brands and mechanics, but also the emotion, culture, and prestige behind them. We are going to listen to the emotional and the prestigious story of holding Rolex. Let's welcome Sunil Kumar KG. I call him a watch consultant. Welcome to Shine with Nalan. താങ്ക് യു. സുനിലേട്ടാ, ഈ ഒരു 14 വർഷം അല്ലേ, 14 ഇയേഴ്സ് അല്ലേ, 14 ഇയേഴ്സ് ഓഫ് ജേർണി വിത്ത് വാച്ചസ്. എവിടെ ജനിച്ചേക്ക്? ആക്ച്വലി ഞാൻ ജനിച്ചത് കിഴക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷേ എനിക്ക് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് എന്ന് പറയുന്നത് തമ്മനം, കൊച്ചി തന്നെയുള്ള തമ്മനം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഓക്കെ. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ്. എറണാകുളം ടൗണിൽ ഏകദേശം ഒരു 12 വർഷത്തോളം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ ഓട്ടോറിക്ഷ ഡ്രൈവിങ്ങിനിടയിലും എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് നമുക്ക് പ്രൈവറ്റായിട്ട് പ്രീ ഡിഗ്രി എഴുതാൻ പറ്റുമായിരുന്നു, ഡിഗ്രി എഴുതാൻ പറ്റുമായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി എല്ലാം ഞാൻ സമയാസമയത്ത് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരുന്നു.
അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ജോലി വേണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ സെയിൽസ് ഫീൽഡ് തിരഞ്ഞെടുത്തു. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. അമ്മ ഹൗസ് വൈഫായിരുന്നു. എത്ര കുട്ടികളായിരുന്നു നിങ്ങൾ? ഞങ്ങൾ 3 പേരാണ്. എനിക്കൊരു ചേട്ടനും ഒരു അനിയത്തിയുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി പഠിക്കുന്നു, ഓട്ടോറിക്ഷ ജീവിതം നയിക്കുന്നു, ഈ വാച്ചുകളിലേക്ക് എപ്പോഴാണ് വരുന്നത്? ഏകദേശം 2000 കൂടി ഞാൻ സ്വിസ് ടൈമേഴ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഫസ്റ്റ് പ്രൊഫഷനാണോ ഈ അല്ല. ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട്? അല്ല 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 ഈ ജോലി റാൻഡമായിട്ട് കിട്ടിയതാ? അതെ അതെ അതെ. ഇതിന്റെ ഇടയിൽ ഒന്നും ഒരു വാച്ച് സ്വപ്നങ്ങളോ വാച്ച് പ്രണയമോ ഒന്നുമില്ല. ഏകദേശം 2002 സ്വിസ് ടൈമേഴ്സ്, എനിക്ക് സ്വിസ് ടൈമേഴ്സ് എന്ന് പറയുന്നത് വാച്ച് ഷോപ്പ് എന്നുള്ള രീതിയിൽ മാത്രമേ അറിയാമുള്ളായിരുന്നു. ഞാൻ ആക്ച്വലി അവരുടെ വാച്ചിൻ്റെ ഇതിനകത്തേക്കല്ല ജോലിക്ക് വന്നത്. അതെവിടായിട്ടാ? എറണാകുളത്ത് തന്നെയാണ്. അത് അവർക്ക് അന്ന് സ്വിസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി കെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു വാക്കിൻ ഇൻ്റർവ്യൂ കണ്ട് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ എറണാകുളത്ത് വന്നത്. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അവരെനിക്ക് ജോലി തരുന്നു. അവർ ആക്ച്വലി ഒരു ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അവിടെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. വിതിൻ 6 months എനിക്ക് ആ കമ്പനിയുടെ ഹയർ പൊസിഷനിലേക്ക്, അതായത് ഞാനൊരു സാധാ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്തു. ഞാൻ അവരുടെ സെയിൽസ് ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു വിതിൻ 6 months. അങ്ങനെ ഞങ്ങൾ ആ ഒരു ജോലിയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഒരു 4 വർഷത്തോളം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം അവർ ആ കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുകയും പിന്നെ അവർ സീരിയസ് ആയിട്ട് വാച്ച് സെല്ലേഴ്സാണ്, വാച്ചിൻ്റെ ഷോപ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് വാച്ചിൽ അങ്ങനെ ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോന്നു. അതിനുശേഷം ഏകദേശം 2013 നമ്മുടെ ലുലു മാൾ എടപ്പള്ളിയിൽ വരികയും സ്വിസ് ടൈമേഴ്സിന് റോളക്സ് ബ്രാൻഡിൻ്റെ ഡീലർഷിപ്പ് കിട്ടുകയും ചെയ്തു. ആ സമയത്ത് അതിൻ്റെ ഓണർ ശ്രീ ഹാഫിസ് സലാഹുദ്ദീൻ എന്നോട് തിരിച്ചു വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ നമുക്ക്. അത് എത്ര വർഷത്തിന് ശേഷമാണ്? ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷം. 5 വർഷത്തിന് ശേഷം പുള്ളി ഓർത്ത് വിളിച്ചു, ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു റോളക്സിൻ്റെ ഡീലർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് മറ്റുള്ള ബ്രാൻഡുകളും എല്ലാം ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി നടത്താനായിട്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ അതിനകത്ത് ഞാൻ സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ റോളക്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. റോളക്സിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് പോലും മനുഷ്യരുടെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കാഴ്ചപ്പാടുകളാണ്. നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു രാജകീയമായ ഒരു റോൾസ് റോയ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രാൻഡാണ് എനിക്ക് റോളക്സ്. ആ റോളക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഷോറൂമിലേക്ക് എൻ്റെ സുനിലേട്ടൻ്റെ എൻട്രിയാണ്. അതെ, വരട്ടെ. ഞാൻ ജനറൽ മാനേജറായിട്ട് അവിടെ ജോയിൻ ചെയ്യുന്നു. ആ ഗ്രൂപ്പിൻ്റെ ജനറൽ മാനേജറായിരുന്നു. എസ്പെഷ്യലി ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് റോളക്സ് പറഞ്ഞ ബ്രാൻഡായിരുന്നു. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ വാച്ചിനെ കുറിച്ചോ റോളക്സിനെ കുറിച്ചോ വലിയ പൊതുവായിട്ടുള്ളൊരു ധാരണയൊന്നും ഉണ്ടായില്ല. ആക്ച്വലി പറഞ്ഞാൽ ഇന്നത്തെ ഒരു പബ്ലിക് അതിൻ്റെ വില കേട്ട് ഞെട്ടും പോലെ ഞാൻ ആ ഷോപ്പിൽ വന്നിട്ട് 8 ലക്ഷം 10 ലക്ഷം 12 ലക്ഷം എന്നൊക്കെ വാച്ചിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പെട്ടെന്നൊന്ന് വിചാരിച്ചു, ഞാൻ ചെയ്തത് റോങ് ഡിസിഷനായിപ്പോയി. അല്ല, ഇത്രയും വിലയുള്ള വാച്ചുകളൊക്കെ ആര് വാങ്ങിക്കാനാ? കേരളത്തിൽ അതിനുള്ള ആളുകളുണ്ടോ എന്നെനിക്കൊരു ഭയങ്കര സംശയം തോന്നി. പക്ഷേ ഒരു 2-3 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി, നമുക്ക് വാച്ചില്ലാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ. വാച്ച് നമുക്ക് കിട്ടുന്നില്ല. നമുക്കിവിടെ സപ്ലൈ കമ്പനിക്ക് ആവശ്യത്തിന് സപ്ലൈ ഇല്ലാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ, വാങ്ങിക്കാൻ ആളുകളില്ലാത്ത പ്രശ്നമില്ല. ആദ്യത്തെ ഒരു 3-4 വർഷമൊക്കെ നമുക്ക് ഡിമാൻഡ് അനുസരിച്ച് ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി. ആളുകൾ കൂടുതൽ പേര് ലക്ഷറി വാച്ചുകൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളായി മാറി. എസ്പെഷ്യലി ഒരു ടൈം പീരീഡ് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ കൊറോണ വരുന്നതിനൊരു തൊട്ട് മുമ്പ്, നമ്മുടെ കൊറോണ വന്ന 2020 കാലഘട്ടത്തിന് തൊട്ട് മുമ്പ് തൊട്ട് കൂടുതൽ ആളുകൾ ഈ ലക്ഷറി സാധനങ്ങൾ, അതിപ്പോൾ റോളക്സ് വാച്ച് മാത്രമല്ല, മറ്റുള്ള പല സാധനങ്ങളാണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ലക്ഷറി സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറയിൽ മറ്റുള്ളവരും നമ്മളും മനസ്സിലാക്കിയ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ആളുകളുടെ കയ്യിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിൽ വച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ ഈ ഭൂമിയിൽ ഒരു പ്രാവശ്യം ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കും ലക്ഷറികളൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ, അറിയണ്ടേ, അല്ലെങ്കിൽ അതൊന്ന് വെയർ ചെയ്യണ്ടേ എന്നൊരു തോന്നൽ വന്നതോടുകൂടി ആളുകൾ കൂടുതൽ പേര് ഇതിനകത്തേക്ക് ഈവൻ ദ റോളക്സ് വാച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായി മാറി.
ചില ആളുകളെല്ലാം നമ്മൾ കസ്റ്റമേഴ്സിന് മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റയടിക്ക് ഇവർക്കൊരു റോളക്സ് മേടിക്കാൻ പറ്റുമോ? അവരുടെ ഒരു നമ്മൾ സാധാരണ കേസിൽ നമ്മളൊരു കസ്റ്റമർ ഒരു ഷോപ്പിൽ വന്നാലും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അവൻ്റെ ഒരു വേഷം, അവൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം നോക്കിയിട്ടാണ്. പക്ഷേ നമുക്ക് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില ആളുകളുണ്ട്. പാരമ്പര്യമായിട്ട് അവർക്ക് ഈ വാച്ചിനെ കുറിച്ച് അറിയാമായിരുന്നു, അവരുടെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അവർക്കൊരു നില വന്നപ്പോൾ അവർക്കൊരു റോളക്സ് വാച്ച് മേടിക്കണം, അതിനുവേണ്ടി വരുന്നതാണ്. മനസ്സിലായി. അപ്പം നമുക്ക് പോലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ അനുഭവങ്ങളുണ്ട് ഇതിനകത്ത്. താങ്കളുടെ ഫസ്റ്റ് സെയിൽ എങ്ങനെയായിരുന്നു ലൈഫിൽ? ആ ഗ്രൂപ്പിൽ പറയുവാണെങ്കിൽ ഞാൻ ആ ഷോപ്പിൻ്റെ ജനറൽ മാനേജർ എന്നുള്ള പൊസിഷനിലായിരുന്നതുകൊണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ അങ്ങനെ അധികം ഞാൻ മീറ്റ് ചെയ്യാറില്ല. നമുക്കവിടെ എക്സ്പേർട്ടായിട്ടുള്ള സെയിൽസ് കൺസൾട്ടൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പറയുവാണെങ്കിൽ നാട്ടിൻപുറത്തുനിന്നുള്ള ആളുകൾ, ഒരു വാച്ച് അന്വേഷിച്ച് വന്ന ആളുകൾ തെറ്റി നമ്മുടെ സ്റ്റോറിൽ വരികയും ഇതെന്താ വില അറിയാതെ വാച്ചെടുത്ത് കയ്യിൽ കെട്ടി നോക്കുന്ന ആൾക്കാർ പോലും ഉണ്ട്. ഇതൊരു 20,000-10,000 രൂപ ആയിരിക്കും ഇതിൻ്റെ വില എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കെട്ടിയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ വില, യഥാർത്ഥ വില ചോദിക്കുമ്പോൾ വില പറയുമ്പോൾ അയ്യോ ഇതുകൊണ്ട് എനിക്കൊരു വീട് മേടിക്കാലോ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് 2 ഏക്കർ സ്ഥലം മേടിക്കാലോ എന്ന് പറഞ്ഞു പോകുന്ന രസകരമായ അനുഭവങ്ങളും ഉണ്ട്, വളരെ മോശമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു സെയിലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഞാൻ ഒരു കസ്റ്റമർ വന്നപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ആ കാലഘട്ടത്തിൽ ഒരു റോളക്സ് വാച്ച് വിൽക്കാനും കുറച്ച് വിഷമമായിരുന്നു. ഈസി അല്ല. ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം. അന്ന് ഞാൻ റോളക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ വാച്ചിൻ്റെ വില 3 ലക്ഷം രൂപയാണ്. ലേഡീസ് വാച്ചിൻ്റെ വില 3 ലക്ഷം രൂപയാണ്. ഒരു ഉച്ച സമയത്ത് ഞാനിങ്ങനെ നിന്ന് ഒരു നമ്മുടെ ഷോപ്പിലേക്ക് ഒരു സഞ്ചി പിടിച്ച്, അതായത് സാധാരണ ഭാഷയിൽ പറഞ്ഞ ഒരു തൂക്ക് സഞ്ചിയും പിടിച്ച് ഒരു മുണ്ടെടുത്തിട്ട് ഒരു ചെറുപ്പക്കാരിൽ നിന്ന് വിട്ട് ഒരു 40-50 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ നമ്മുടെ ഷോപ്പിലേക്ക് കയറി വരുന്നു. വാച്ചെല്ലാം കണ്ടു, വാച്ചിനെ കുറിച്ച് ചോദിച്ചു. എൻ്റെ അന്നേരത്തെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ സെയിൽസ് കൺസൾട്ടൻസ് എക്സ്പേർട്സും എല്ലാം ഊണ് കഴിക്കുന്ന സമയമായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തെല്ലാം കഴിഞ്ഞു. ഒരു വാച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു വാച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാച്ചിൻ്റെ വില, അന്നത്തെ വാച്ചിൻ്റെ വില ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ്. 10 ലക്ഷത്തിൽ ഇത്തിരി എന്തോ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് അതിൻ്റെ വില, ശരി എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പം ഞാൻ ഒന്നും കൂടി എടുത്തു പറഞ്ഞു, സാറേ ആ വാച്ചിൻ്റെ വില 10 ലക്ഷം രൂപയാണ്. കുഴപ്പമില്ല, നിങ്ങൾ കാശ് എടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ സഞ്ചിയിൽ നിന്ന് ആ ക്യാഷിൻ്റെ കെട്ടുകൾ എടുത്തു വെച്ചു. അന്ന് നമുക്ക് ക്യാഷ് എടുക്കാവുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴാണല്ലോ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റാത്ത 2 ലക്ഷം രൂപ വരെ ലിമിറ്റ് ചെയ്തേക്കുന്നത്. ആ സമയത്ത് തുടക്ക സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം അപ്പം തന്നെ മേശപ്പുറത്തെ കാശിൻ്റെ കെട്ടെടുത്ത് വയ്ക്കുന്നു, വാച്ച് മേടിക്കുന്നു, പോകുന്നു. ഇഞ്ചിയാകുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും, അതായത് നമ്മൾ തന്നെ, അദ്ദേഹം അല്ല വണ്ടറായത്, നമ്മളാണ് വണ്ടർ. ഇത്രയും രൂപ കൊടുത്ത് ഒന്നും ആ വാച്ചിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിങ് പോലുമില്ല. ഇതെന്താണ് ഏതാണ് ഒന്നുമില്ല. വാച്ച് കയ്യിൽ കെട്ടി നോക്കി, ഭംഗി കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങിച്ചു. പക്ഷെ പിന്നീട് തന്നെ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഫാദറിന് റോളക്സ് ഉണ്ടായിരുന്നു. അത് ഏതോ ഒരു സാഹചര്യം. പിന്നീട് ഞാൻ അദ്ദേഹമായിട്ട് ഒത്തിരി സംസാരിക്കുകയും ഇപ്പോഴും അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട്. അത് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ മനസ്സിലാക്കിയൊരു സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു റോളക്സ് വാച്ച് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു മോശം സമയത്ത് ആ വാച്ച് അവർക്ക് വിറ്റ് കളയോ എന്തോ അബദ്ധത്തിൽ അവരുടെ കയ്യിൽ നിന്ന് വാച്ച് പോയി എന്ന് എന്നോട് പോയി, നഷ്ടപ്പെട്ടു. ഫാദർ മരിക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് ഒരു റോളക്സ് വാങ്ങിക്കണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കത് സാധിച്ചില്ല. അവരുടെ സാമ്പത്തികം അവർ അനുവദിച്ചില്ല ആ സമയത്ത്. അതിനുശേഷം പുള്ളിക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി സമയത്ത് പുള്ളി ആദ്യം നടത്തിയ ഒരു പർച്ചേസായിരുന്നു അത്. പുള്ളി പറഞ്ഞത്, ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല വാങ്ങിക്കുന്നത്, എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അച്ഛന് വേണ്ടിയിട്ട് ഞാൻ കെട്ടിക്കൊണ്ടു നടക്കും. ഇത് ഞാൻ എൻ്റെ അച്ഛന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വാങ്ങിച്ചത്. അതൊരു ഇമോഷണൽ. അങ്ങനെ ഇമോഷൻസ് പറയാനാണെങ്കിൽ ഒത്തിരി കഥകൾ തന്നെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു മകനും വൈഫും കൂടി നമ്മുടെ സ്റ്റോറിൽ ആദ്യം വന്നു. അവർ വാച്ച് കണ്ടു, ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ നമ്പർ ഞാൻ ഓർക്കുന്നില്ല, 60-70 ഇടയ്ക്കുള്ളൊരു ഏജിലാണ് അച്ഛൻ നിൽക്കുന്നത്. അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛൻ നാളെ വരുമ്പോൾ സർപ്രൈസായിട്ട് വാച്ച് ഞാൻ എടുത്ത് കാണിച്ചിട്ട് എനിക്കാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛനെ കൊണ്ട് കെട്ടിച്ച് നോക്കിയിട്ട് അച്ഛന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ പരിചയമുള്ള പോലെ ഒന്നും കാണിക്കരുത് സ്റ്റോറിൽ വരുമ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, പരിചയമുള്ള പോലെ കാണിക്കാതിരിക്കില്ല, പരിചയമുള്ള പോലെ കാണിക്കും, പക്ഷേ സാർ ഉദ്ദേശിച്ചാൽ നല്ല രീതിയിൽ ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങളിതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ ബുദ്ധിപരമായ കുറച്ച് നീക്കങ്ങളൊക്കെ കൊണ്ട് ഞങ്ങളൊരു കേക്കും ഒക്കെ വാങ്ങിച്ചു വെച്ച് ഈ അച്ഛനും അമ്മയും ഈ മകനും മകൻ്റെ വൈഫും കൂടി ഡോറ് തുറന്ന് കയറി വരുമ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ മ്യൂസിക്കെല്ലാം ഇട്ട് അച്ഛനെ വിഷ് ചെയ്തുകൊണ്ടൊരു സോങ്ങൊക്കെ ഉണ്ടാക്കി അച്ഛൻ്റെ കയ്യിലേക്ക് വാച്ച് കൊടുത്ത സമയത്ത് അച്ഛൻ നിന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ട് മകനെ കെട്ടിപ്പിടിച്ചിട്ട്. അത് നമുക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. അതായത് അച്ഛൻ റോളക്സിനെ കുറിച്ച് അറിയാവുന്ന അച്ഛനാണ്. അപ്പം അതിൻ്റെ വാല്യൂ അറിയാവുന്ന ഒരച്ഛൻ, അത്രയും പ്രായമുള്ളൊരച്ഛൻ ആ വാച്ച് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹവും, അതായത് ഈ അച്ഛനും അമ്മയും കൂടി മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു നമ്മുടെ ഷോറൂമിൽ നിന്ന്. അത് ഞങ്ങളെല്ലാവരും കരഞ്ഞു പോയൊരു മുഹൂർത്തമായിരുന്നു. അതൊന്നും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പേര് അച്ഛനെ സ്നേഹിക്കുന്നവർ, അമ്മയെ സ്നേഹിക്കുന്നവർ, മക്കളെ സ്നേഹിക്കുന്നവർ നമ്മുടെ കൺമുമ്പിൽ വന്നു നിന്ന് അവരുടെ ഒരു സ്വകാര്യ നിമിഷം പങ്കിടുന്ന പോലെ ഞങ്ങളുടെ കൂടെ നിന്ന് പങ്കെടുത്തിട്ടുണ്ട്. 14 വർഷത്തെ ജീവിതം. അതുപോലെ തന്നെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് പറയുവാനാണെങ്കിൽ കൊല്ലത്തുള്ളൊരു ജ്വല്ലറി ഓണറാണ് അദ്ദേഹം. നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു വാച്ച് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്ന് ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും ഷോപ്പ് അടച്ചിട്ടിട്ട് പോരാൻ പറ്റില്ല, ഞങ്ങളവിടെ 3 സ്റ്റാഫേ ഉള്ളൂ, അന്ന് ഒരാൾ ലീവുമായിരുന്നു, അപ്പോൾ ബാക്കി 2 പേരേ ഉള്ളൂ ഷോറൂമിൽ, അപ്പോൾ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ പറഞ്ഞു, അയ്യോ അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങളത് ഭക്ഷണം മേടിച്ച് തന്ന പോലെ സ്വീകരിച്ചിരിക്കുന്നു, സന്തോഷം, വല്ല കേക്ക് എന്തെങ്കിലും മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യും. ഞങ്ങളെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പുറത്ത് പോയിട്ട് ഒരു പൊതിച്ചോറ് മേടിച്ചുകൊണ്ട് വന്നു. നമ്മുടെ വാച്ച് വയ്ക്കുന്ന മേശയുടെ അപ്പുറത്ത് ഒരു മേശയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ആ ഒരു പൊതിച്ചോറ് അഴിച്ച് 3 പേരും കൂടി വാരി ആ ഒരൊറ്റ പൊതിച്ചോറ് കഴിച്ചു. അദ്ദേഹത്തിൻ്റെ സന്തോഷം അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിച്ചു. ഇപ്പം ഞങ്ങൾക്കൊരു കേക്ക് മേടിച്ചു തരാനോ അല്ലെങ്കിൽ ലഡു മേടിച്ചു തരാനോ ജിലേബി മേടിച്ചു തരാനോ അല്ല, പുള്ളിക്ക് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം അതായത് അത്രയും വലിയൊരു എന്താ പറയുക, വലിയൊരു പ്രോഡക്റ്റ് സ്വന്തമാക്കിയതിൻ്റെ സന്തോഷം ഞങ്ങളുടെ കൂടെ അങ്ങനെ ഷെയർ ചെയ്തു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയാനാണെങ്കിൽ. താങ്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് റോളക്സ് ഒരു വിചാരമല്ല, ഒരു വികാരം. ഇപ്പം ഈ റോളക്സ് എന്ന് പറയുന്ന വാച്ച് ഇപ്പോൾ ഒരുപാട്, ഇപ്പം നമ്മളെ ഹ്യൂബ്ലോട്ട്, അങ്ങനെ പല ബ്രാൻഡ്, ഫ്രാങ്ക് മുള്ളർ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഇൻഡസ്ട്രിയിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുണ്ട്. അപ്പോൾ വാച്ചസിൻ്റെ വേൾഡിൽ ഈ റോളക്സ് ഈ ക്രൗൺ വെച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? വൈ റോളക്സ്? റോളക്സിൻ്റെ ക്വാളിറ്റിയാണ് അതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനകത്ത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി അവരെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്. ഇപ്പോൾ ഒരു നമ്മൾ കാഴ്ചയിൽ കാണുമ്പോൾ ഒരു സ്റ്റീൽ വാച്ച്, അതവർ 904L ഗ്രേഡിലുള്ള സ്റ്റീൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെഷീൻസ്, ആ മെഷീൻസ് എന്ന് പറഞ്ഞാൽ വേൾഡിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെഷീൻ ഇൻവെൻറ്റ് ചെയ്തിട്ടാണ് റോളക്സ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു റീസെയിൽ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പിന്നെ റോളക്സ് വാച്ചുകളെല്ലാം ഹാൻഡ് മെയ്ഡ് വാച്ചുകളാണ്, ഹാൻഡ് ഫിക്സിങ് ആണ്, ഹാൻഡ് മെയ്ഡ് വാച്ചുകളുമാണ്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു ക്വാളിറ്റി അതിനകത്തുള്ളത് കൊണ്ടും ഇന്നും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും റോളക്സിന് ആവശ്യത്തിനുള്ളൊരു ഡിമാൻഡ് അനുസരിച്ചൊരു സപ്ലൈ പറ്റാതെ വരുന്നത്. ഇപ്പോൾ ഒരു ഫാക്ടറി മെയ്ഡ് ഒരു ഒരു ഫാക്ടറി മെയ്ഡ് സാധനമാണെങ്കിൽ നമുക്കിപ്പോൾ കൂടുതൽ ഡിമാൻഡ് വരുന്നതോറും അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് കൂട്ടിയാൽ മതി. പക്ഷെ അതങ്ങനെയല്ല. ഏകദേശം ഒരു വാച്ച് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് പുറത്തു വരാനായിട്ട് ഏകദേശം 1 വർഷത്തോളം സമയം എടുക്കുന്നുണ്ട്. ഒരു വാച്ച് എന്നല്ല, ഓരോ വാച്ചും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അവരത് പ്രൊഡക്ഷൻ എടുക്കുന്നു, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു, പല രീതിയിലുണ്ട്. ഇപ്പം സാധാരണക്കാർ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കയറാതെ സാധാരണ പലരും വാട്ടർ റെസിസ്റ്റൻ്റ് എന്നും പറഞ്ഞ് ക്ലെയിം ചെയ്ത് വാച്ചുകൾ ഇറക്കുന്നുണ്ട്. റോളക്സ് അത് വാട്ടർ പ്രൂഫ് എന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം എന്താ വെച്ചാൽ വാച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇപ്പം 300 ഫീറ്റ് അടി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 100 ഫീറ്റ് വാട്ടറിൽ അടിയിൽ പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നതെങ്കിൽ ആ 100 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്റർ അടിയിൽ പോയാൽ ഉണ്ടാകുന്ന പ്രഷറിൽ ചേമ്പറിൽ ഈ ഓരോ വാച്ചും വച്ച് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിക്കഴിഞ്ഞാൽ വാച്ച് റിജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ സർട്ടിഫൈ ചെയ്ത് തരുന്നൊരു വാച്ചാണ് റോളക്സ്, ഈ വാച്ചുകളെല്ലാം.
പിന്നെ ഓരോ വാച്ചിനും യുണീക്ക് നമ്പറുകളുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഒരു വാച്ചിൻ്റെ ഒരു സീരിയൽ നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോളക്സിനത് അവരത് എന്നുണ്ടാക്കി, ഏത് രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്തു, അത് ഏത് രാജ്യം ഇമ്പോർട്ട് ചെയ്തു, ഏത് ഡീലറെ എടുത്തു വന്നു, എപ്പോൾ അത് വിറ്റു, കംപ്ലീറ്റ് ട്രാക്ക് എല്ലാം ഇത് ട്രാക്ഡാണ്. അതുകൊണ്ടാണ് പല കഥകളും ആളുകൾ പറയുന്നത് വാച്ചിൽ നിന്ന് പല കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാച്ച് കിട്ടിയപ്പോൾ മനസ്സിലായി ഇന്നയാളുടെ വാച്ചാണ്. അത് പലരും പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ഈ യുണീക്ക് സീരിയൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരാൾക്കൊരു വാച്ച് ആ ഒരു നമ്പറിൽ ഒരു വാച്ച് ഉണ്ടാവുള്ളൂ. ആ വാച്ച് ഇന്നയാളുടെയാണെന്നല്ല റോളക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അത് ഇന്ന ഡീലർ ത്രൂ ഇത്രാം തീയതി വിറ്റ വാച്ചാണെന്ന് വരെ റോളക്സിന് അറിയാൻ പറ്റും. അതിനുശേഷമുള്ള ഡേറ്റ എന്തായാലും ആ പർട്ടിക്കുലർ ഡീലർ എടുത്തുണ്ടാവും. അവിടുന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് വണ്ടിയുടെയൊക്കെ സീരീസ് നമ്പർ, വണ്ടി ഓൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ മഹേന്ദ്ര സാധനം പ്രൊഡക്ഷൻ ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ ഞാൻ ഓൺ ചെയ്യുന്നതെന്നുള്ളത് ഡീലർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്. ഈ റോളക്സ് ഉണ്ടായത് ഏത് വർഷമാണ്? അതിൻ്റെ പിറകിൽ ഒരു സ്വിസ് സ്റ്റോറിയോ അല്ലെങ്കിൽ ആർട്ടിസൻ എന്നൊക്കെ അല്ലേ പറയുന്നത്, അവരുടെ ഒരു സ്റ്റോറി എന്തെങ്കിലും? 1905 ആണ് റോളക്സ് ഫോം ചെയ്യുന്നത്. മറ്റു പലരും മനസ്സിലാക്കിയിരിക്കുന്ന പോലെ ഇപ്പം നമ്മളെല്ലാവരും പെട്ടെന്ന് അറിയുന്നത് സ്വിസ് ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ്. ശരിക്കും റോളക്സ് സ്റ്റാർട്ട് ചെയ്തത് സ്വിസ്സിലല്ല, ലണ്ടനിലാണ്. 1905 ലണ്ടനിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി വേൾഡ് ബാറുമായിട്ട് ചെറിയ ഇത് വന്ന് അങ്ങനെ 1908 അവർ സ്വിസ്സിൽ ജനീവയിലേക്ക് വരുവാണ്. അങ്ങനെയാണ് ഈ റോളക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ജന്മം കൊണ്ടത്. അതും ലണ്ടനിൽ നിന്ന് വന്നതാണ്, എൻഫീൽഡ് പോലൊക്കെ തന്നെ. അതെ. ഈ റോളക്സിൻ്റെ ഇപ്പോൾ ഫെറാറി ഉണ്ടായതിൻ്റെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്, ഒരു ട്രാക്ടർ ഓണർ. ഇപ്പം അങ്ങനെയൊക്കെ ഓരോ സ്റ്റോറീസ് ഉണ്ട്. ഫെറാറി എടുത്ത് ചെന്നോ, അങ്ങനെയാണ് ലംബോർഗിനി ഉണ്ടായതിൻ്റെ ബാക്കിൽ. ലംബോർഗിനി ഒരു ട്രാക്ടർ കമ്പനിയായിരുന്നെന്നും പുള്ളി ഫെറാറി എടുത്ത് ചെന്ന് കഥ പറഞ്ഞെന്നും ഫെറാറി ഹ്യൂമിലിയേറ്റ് ചെയ്തെന്നും അതിനുശേഷം അയാൾ പോയി തിരിച്ചതിനെക്കാട്ടിയും ബെറ്റർ സ്പോർട്സ് കാർ ഉണ്ടാക്കിയെന്നാണ് ചരിത്രം. അതേപോലെ റോളക്സിൽ വിചിത്രമായ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ട്? റോളക്സിൻ്റെ ഓരോ വാച്ചിനും ഓരോ ആവശ്യകതയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. ഇപ്പം നമ്മൾ റോളക്സിൻ്റെ വാട്ടർ പ്രൂഫ് വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിടുക്ക് നീന്തി കടക്കാൻ നേരത്ത് വാച്ച് കെട്ടിക്കൊണ്ട് എത്ര സെക്കൻഡായി അല്ലെങ്കിൽ എത്ര മിനിറ്റായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാച്ച് കെട്ടിയിട്ട് നമ്മൾ നീന്താൻ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കയറും. അന്നുള്ള വാച്ചുകളിൽ വെള്ളം കയറുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോളക്സ് വാട്ടർ പ്രൂഫ് വാച്ചുകൾ ഇൻവെൻറ്റ് ചെയ്തത്. പിന്നെ റോളക്സിൻ്റെ സീരീസ് ഓഫ് വാച്ചസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സബ്മറൈനർ എന്ന് പറഞ്ഞ വാച്ചുണ്ട്, GMT എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വാച്ചുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ സബ്മറൈനർ വാച്ചുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 മീറ്റർ വരെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാച്ചുകളാണ്. അതെ. പക്ഷേ അതിനകത്തൊരു ചോദ്യം എനിക്കുള്ളത്, ഇപ്പം റോളക്സ് ഇപ്പോൾ ഈ പറയുമ്പം വെള്ളത്തിൻ്റെ അടിയിൽ പോവാം, ഇല്ലെങ്കിൽ നമുക്ക് നീന്തി കിടക്കാം, ഇങ്ങനെ പല ടെക്നിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു ലക്ഷറി, അതായത് ഇതൊരു ഓർണമെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരു മോർ ദാൻ എ വാച്ച് എന്ന് പറയാം. ഇറ്റ്സ് ആൻ ഓർണമെൻറ്റ്, ഒരു ആക്സസറി എന്നൊക്കെ പറയുന്നതാണ്. ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഇതിങ്ങനെ പ്രത്യേകിച്ച് ആരെങ്കിലും വെയർ ചെയ്തിട്ടാണോ, ഇല്ലെങ്കിൽ അതിനങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടോ? റോളക്സ് കമ്പനി അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. റോളക്സ് കമ്പനി ഒരു മോട്ടോർ സ്പോർട്ടിന് വേണ്ടിയിട്ട്, ഒരു റാലിക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു വാച്ച്, അല്ലെങ്കിൽ 2 ടൈം സോൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മറ്റൊരു വാച്ച്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ ഉണ്ടാക്കിയ മറ്റൊരു വാച്ച്, അങ്ങനെ ഓരോരോ ലക്ഷ്യത്തോടു കൂടിയാണ് വാച്ചുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ആ വാച്ചുകളുടെ റീസെയിൽ, അവരുടെ ക്വാളിറ്റി കാരണം ആ വാച്ചുകൾക്ക് റീസെയിൽ വാല്യൂ ഉണ്ട്. അപ്പം നമ്മളൊരു വാച്ചിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പൈസ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒട്ടും നഷ്ടം വരാത്തൊരു എമൗണ്ട് നമുക്ക് 10, 15, 20 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ കൊടുത്താലും അല്ലെങ്കിൽ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ വാങ്ങിച്ചതിനെക്കാട്ടിയും വില കിട്ടാറുണ്ട്. തീർച്ചയായിട്ടും അത് കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് തലമുറയ്ക്ക് കൈമാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാച്ചാണ്. അങ്ങനെ തലമുറ കൈമാറി വന്ന പഴയ വാച്ചുകൾ താങ്കളുടെ ഈ 14 കൊല്ലത്തെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ഒരു പഴയ, അതായത് ഏറ്റവും ഒരു വിൻറ്റേജ് വാച്ച് ഏതായിരിക്കും? അത് റോളക്സിൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, റോളക്സിൽ ഒരു കോട്സ് വാച്ച് ഉണ്ട്, പലർക്കും അറിയില്ല. ഒരു 40 വർഷം മുമ്പ് റോളക്സ് ബാറ്ററി ഓപ്പറേറ്റഡ് ഒരു വാച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ജനറലി നമുക്കത് കാണാൻ കിട്ടത്തില്ല. പക്ഷേ നമ്മുടെ എറണാകുളത്ത് തന്നെ അത് ഓൺ ചെയ്യുന്ന ഒരാളുണ്ട്. എടപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം. എത്രയോ 50 വർഷങ്ങൾക്ക് മുമ്പ് ആ വാച്ചിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ് ആ സമയത്ത് അദ്ദേഹത്തിന് അത് വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നപ്പോൾ വാങ്ങിച്ചു. ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി
പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. സ്വിസ് വാച്ച് ബോട്ടിക് എന്ന് പറഞ്ഞ് നമ്മുടെ എടപ്പള്ളി ലുലുമാളിലെ ഷോറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ആ ബാച്ചുമായിട്ട് അവിടെ വന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം വരുമ്പോൾ നമ്മൾ പോലും ഫസ്റ്റ് ടൈമാണ് അങ്ങനെ കോട്സ് വാച്ച് റോളക്സിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ റോളക്സുമായിട്ട് ബന്ധപ്പെട്ടു, റോളക്സിൽ സംസാരിച്ചു. അവർക്ക് തന്നെ അതിശയമായിരിക്കും. അവർ പറഞ്ഞു നിങ്ങൾ ആ വാച്ച് വേറെ എവിടെയും ഒന്നും ചെയ്യണ്ട, വാച്ച് കളക്ട് ചെയ്ത് നമുക്ക് അയച്ചോളാൻ പറഞ്ഞു. നമ്മൾ ഇവിടുന്നത് ബോംബെയിലേക്ക് കൊടുത്തു. ബോംബെയിൽ നിന്ന് ആ വാച്ച് സ്വിറ്റ്സർലൻഡിൽ പോയി അതെല്ലാം സർവീസ് ചെയ്ത് അവരത് ഫ്രീ ഓഫ് കോസ്റ്റ് ആ വാച്ചിൻ്റെ ബാറ്ററി എല്ലാം മാറ്റി തിരിച്ച് കസ്റ്റമർക്ക് കൈമാറി. അങ്ങനത്തെ ഒത്തിരി വാച്ചുകൾ, അതായത് ഇപ്പോൾ ഓയിസ്റ്റർ പെർപ്പച്വൽ ബേസ് വാച്ചിന് റോളക്സ് പറയുന്ന ഓയിസ്റ്റർ പെർപ്പച്വൽ എന്നാണ്, OP എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനത്തെ വാച്ചുകളുണ്ട്. അങ്ങനത്തെ വാച്ചുകൾ 60 വർഷം പഴക്കമുള്ളതും 40 വർഷം പഴക്കമുള്ളതും അങ്ങനെയുള്ള വാച്ചുകളൊക്കെ ചില ആളുകൾ നമ്മുടെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. നമ്മളും വളരെ കണ്ട് ആസ്വദിക്കാറുണ്ട് കൗതുകത്തോടുകൂടി. ചില ആൾക്കാരെല്ലാം അത് സർവീസ് ചെയ്ത് അതിനെ വീണ്ടും ഉപയോഗിക്കുന്നവരുണ്ട്. ഒത്തിരി പേരിത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇത് എവിടെ നന്നാക്കും എങ്ങനെ എടുക്കും എന്ന് അറിയില്ലാതെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് ഗൈഡ് ചെയ്യുമ്പോൾ പിന്നെ അവർക്കത് മനസ്സിലാവും ഇങ്ങനെ ചെയ്ത്. എനിക്ക് ക്യാമറാസിനോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ 1977 തൊട്ടുള്ള ക്യാമറാസ് ഉണ്ട്. പക്ഷേ എനിക്ക് പ്രോപ്പർ സർവീസസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് സർവീസസ് കിട്ടും. എനിക്ക് ചുറ്റിനും ഇരിക്കുന്ന നോക്കിയാൽ അതിപ്പോൾ 1977 യാഷിക ക്യാമറ ആയിരിക്കും. എൻ്റെ അച്ഛൻ വാങ്ങിച്ച ഫസ്റ്റ് ക്യാമറ 1977 ഫിലിം ഇടുന്ന ക്യാമറ. അതിന് ബാറ്ററിയും കാര്യങ്ങളും യാഷിക മെയ്ഡ് ഇൻ ജപ്പാനാണ്. അതേപോലെ തന്നെയാണ് റോളക്സിൻ്റെ സർവീസ്. അതൊരു ഭയങ്കര മാഗ്നിറ്റ്യൂഡിൽ തന്നെയാണ് അവരത് ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ആക്ച്വലി ഭയങ്കര പ്രണയം തോന്നുകയാണ്. ഇപ്പോൾ എനിക്ക് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇന്ന് ഇത് ലക്ഷറി ബ്രാൻഡിലോട്ട് വരുന്ന അതിൻ്റെ റീസെയിൽ വാല്യൂ ആണെന്ന് പറയുന്നു. റീസെയിൽ വാല്യൂവിൽ നമുക്ക് പല ഇൻവെസ്റ്റ്മെൻറ്റുകളും ചെയ്യാം. പക്ഷേ ഇന്നിപ്പോൾ സ്റ്റാർഡം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ, ഇല്ലെങ്കിൽ ബിസിനസ് മാൻമാർ, അവരുടെ ഒരു പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ അവരുടെ ഒരു ബ്രാൻഡ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടി പലരും വാച്ച് കെട്ടുമ്പം ആ വാച്ചിനെ പറ്റി പോലും ടെക്നിക്കലി അറിയാണ്ട് ഇപ്പോൾ 20 lakhs ഒരു വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്നതല്ലാണ്ട് വാച്ചിനെ പറ്റി വലിയ വിജ്ഞാനങ്ങളൊന്നും കാണത്തില്ല. ഇപ്പോൾ താങ്കൾക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ തരുമ്പോൾ ആ വാച്ച് താങ്കൾക്ക് എന്തുമാത്രം റിലേറ്റ് ചെയ്യണം, ബെനിഫിഷ്യൽ ആയിരിക്കണം. ചിലപ്പോൾ അതിന് 50,000 രൂപ കാണത്തുള്ളൂ. പക്ഷേ താങ്കൾക്ക് ആ 50,000 രൂപയുടെ വാച്ചിൻ്റെ നെസസിറ്റി ഉള്ളൂ. താങ്കൾ വെള്ളത്തിൻ്റെ അടിയിലൊന്നും പോകുന്നില്ല, ഇല്ലെങ്കിൽ ഇപ്പോൾ നീന്തിക്കാരെ കടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള സാധാരണക്കാർ ഈ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സംഭവം ഇവിടെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇപ്പോൾ ഒരു വാച്ച് കൺസൾട്ടൻ്റ് എന്ന രീതിയിൽ താങ്കൾക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റുമോ? ഗൈഡൻസ് കൊടുത്താൽ അവരത് എടുക്കുമോ? അത് പറഞ്ഞാൽ ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളെ ഷോറൂമിൽ പല ആളുകളും വാച്ച് വാങ്ങിക്കാൻ വരും. അപ്പോൾ അവർക്ക് ആ വാച്ച് വേണം. അപ്പോൾ അവർക്ക് കൂടുതൽ ആളുകളും ചോദിച്ചു വരുന്നത് സ്പോർട്സ് മോഡൽ വാച്ചുകളായിരിക്കും. സ്പോർട്സ് മോഡൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റോണ, അല്ലെങ്കിൽ GMT, അല്ലെങ്കിൽ സബ്മറൈനർ. ഒരു സാധാരണ ഒരു ആൾക്ക് വേണ്ടിയിട്ട് കമ്പനി ഉദ്ദേശിച്ചിറക്കുന്ന വാച്ചുകൾ ഓയിസ്റ്റർ പെർപ്പച്വൽ വാച്ചുകൾ. അതിനേക്കാളും കുറച്ചും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അത് മെറ്റീരിയൽ വൈസ് അതിനകത്ത് ഉപയോഗിക്കുന്നത് ഡൈജസ്റ്റ് വരുമ്പോഴേക്കും സ്റ്റീലും വൈറ്റ് ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വരും, സ്റ്റീലും ഗോൾഡും കൂടി മിക്സ് ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വില കൂടും. അപ്പോൾ ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന വാച്ചുകൾ എന്ന് പറഞ്ഞാൽ ഓയിസ്റ്റർ പെർപ്പച്വൽ വാച്ചുകളുണ്ട്. പക്ഷേ നമ്മൾ അവരോട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പലർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല സോഷ്യൽ മീഡിയയിലും പല സ്റ്റാർസും ധരിക്കുന്ന കണ്ടിട്ട് അവർക്കെല്ലാം വേണ്ടത് സ്പോർട്സ് വാച്ചുകളാണ്. അപ്പോൾ ആളുകൾ തന്നെ ഇതിന് ഡിമാൻഡ് ഉണ്ടാക്കുകയാണ്. ശരിക്കും ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സബ്മറൈനർ എന്ന് പറയുന്ന വാച്ചുണ്ട്. ആ വാച്ച് 300 മീറ്റർ വെള്ളത്തിൻ്റെ ഡെപ്തിൽ പോകാൻ നേരത്ത് നമ്മുടെ ആ വാച്ചിനെ ഒന്നും എഫക്റ്റ് ചെയ്യാതിരിക്കുകയും അതിനകത്ത് വെള്ളം കയറാതിരിക്കുകയും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാച്ചാണ്. പക്ഷേ നമ്മുടെ ഇവിടെ പല ആളുകളും ഇപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ജോലി ചെയ്തു, ഞാൻ പൈസ ഉണ്ടാക്കി, എൻ്റെ അച്ഛന് അല്ലെങ്കിൽ 50 വയസ്സായ അല്ലെങ്കിൽ 70 വയസ്സായ അല്ലെങ്കിൽ 80 വയസ്സായ ഒരു അമ്മാവന് അല്ലെങ്കിൽ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്ന് ചോദിക്കുന്ന വാച്ച് സബ്മറൈനറാണ്. അവർക്കറിയില്ല ആ വാച്ചിൻ്റെ എന്തുദ്ദേശത്തോടു കൂടിയാണ് ആ കമ്പനി അത് മാനുഫാക്ചർ ചെയ്തേക്കുന്നതെന്ന്. അതിൻ്റെ ഉദ്ദേശം 300 മീറ്റർ വെള്ളത്തിൻ്റെ അടിയിൽ പോകാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ ഉണ്ടാക്കിയേക്കുന്ന വാച്ചാണ്. സാധാരണക്കാരന് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന വാച്ച് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റ് വാച്ചുകളുണ്ട്, ഓയിസ്റ്റർ പെർപ്പച്വൽ വാച്ചുകളുണ്ട്. അതല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിനാണെങ്കിൽ നമുക്ക് GMT വാച്ച് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും. അപ്പം നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള വാച്ച് ഇതാണ്.
അപ്പോൾ അവർക്കത് മനസ്സിലാക്കുകയും അതിനാണ് നമ്മളെ അവർ കൂടുതലും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റോളക്സ് വാച്ചിനെ കുറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെയും അല്ലെങ്കിൽ ഓൺലൈൻ ഇതിലൂടെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാനാണ് അവരൊരു ഷോറൂമിലേക്ക് വരുന്നത്. അപ്പം ഈ അച്ഛൻ കെട്ടിയൊരു വാച്ച് ഇപ്പം മകൻ കൊണ്ടുവന്നു, മകൻ കെട്ടിയൊരു വാച്ച് പേരക്കുട്ടി കെട്ടുന്നു, അങ്ങനെയൊക്കെ ഒരു തലമുറ മാറി ഇപ്പോഴും ഉപയോഗിക്കുന്ന വാച്ചുകൾ കെട്ടിക്കൊണ്ട് നടക്കുന്ന മക്കളെയോ പേരക്കുട്ടികളെയൊക്കെ പരിചയപ്പെടും. ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ കൊച്ചിയിലുണ്ട്, കേരളത്തിലും മൊത്തം എടുത്താൽ പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഒരു ഇമോഷണൽ ഇൻസിഡൻറ്റ്. അച്ഛൻ്റെ വാച്ച്, അതായത് ഒരു പേര് പറയുന്നില്ല, എന്നാലും പറയുവാണ്. അതായത് ആ വാച്ചിനൊരു ഏകദേശം ഒരു ഇപ്പോഴത്തെ റീസെയിൽ വാല്യൂ വെച്ച് ഒരു 7 ലക്ഷം രൂപ വരെ വില വരാവുന്നൊരു വാച്ച്. അച്ഛൻ കെട്ടിയ വാച്ചാണ്. അതിന് നമ്മളത് റീസ്റ്റോർ ചെയ്തെടുത്തപ്പോൾ നമുക്കതൊരു 7 ലക്ഷം രൂപയോളം ചിലവ് വന്നു. റീസ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ അത് സർവീസ് ചെയ്തെടുത്ത് അതിനെ നമ്മൾ കമ്പനിക്ക് കൊടുത്തു. കമ്പനി അത് സർവീസ് ചെയ്തു. അപ്പോൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 7 ലക്ഷം രൂപ മുടക്കിയ സമയത്ത് വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ കൂടി ഇട്ടാൽ പുതിയതൊരെണ്ണം വാങ്ങിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അത് വേണ്ട. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത് ഉപയോഗിച്ച വാച്ചായിരുന്നു. വർഷങ്ങളായിട്ട് കാണാനുണ്ടായില്ല, എവിടെയോ മറിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ അത് കിട്ടി, അദ്ദേഹം അതുകൊണ്ടൊന്ന് റീസ്റ്റോർ ചെയ്തു. അദ്ദേഹം ആ വാച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് അദ്ദേഹം അത് കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. ആ ഇമോഷണൽ ഇത്. അപ്പം ആളുകൾ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് കൊണ്ടും ഉണ്ട് ഇതിനകത്ത് ഒത്തിരി. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളിപ്പം സ്വർണത്തിൻ്റെ എല്ലാം ഇമാതിരിയുള്ള ഒരു വില കൂടുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് വാച്ചിനെ കുറിച്ചൊന്നും താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ശരിക്കും ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഞാനൊരു ലക്ഷറി ഓൺ ചെയ്യുന്നു. എൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു റോളക്സ് വാച്ച് ഓൺ ചെയ്ത് കൈ കെട്ടുന്നത്. അപ്പം ഞാനതൊരു 10 വർഷം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ 15 വർഷം ഉപയോഗിക്കുന്നു. ആ 15 വർഷം കഴിഞ്ഞ് കൊടുത്താലും ഞാൻ മുടക്കിയ പൈസയോ അല്ലെങ്കിൽ അന്നത്തെ മാർക്കറ്റ് വിലയോട് അടുത്തുള്ളൊരു വിലയോ ആ വാച്ചിന് നമുക്ക് കിട്ടും. വിൽക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കിപ്പോൾ ഒരു അപ്ഗ്രേഡ് ചെയ്യണം. എനിക്ക് ഡിപ്രീസിയേഷൻ വളരെ കുറവാണ്. മേടിച്ച ഉടനെ തന്നെ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ വന്നേക്കാം. പക്ഷേ എന്നാലും കുറച്ച് നാൾ ഉപയോഗിക്കും തോറും നമുക്കത്, ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ വാല്യൂവിലെല്ലാം കമ്പയർ ചെയ്യുവാണെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കാറ് വാങ്ങിച്ചു, നമ്മളൊരു 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു കാറ് മേടിച്ചു, നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു 50% ഇന്നത്തെ കാലത്ത് കിട്ടത്തുള്ളൂ. ആ സമയത്ത് വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആ 1 കോടി രൂപ തന്നെ തിരിച്ച് കിട്ടിയേക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതലും കിട്ടിയേക്കും. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സുനിൽ കുമാർ KG, who is a master, I call it, in the watch industry and with a 14 years of experience. Stay tuned. We'll be back after a short break. This is Shine with Nalin. Sometimes Rolex is not a purchase, it is a milestone. Welcome back to Shine with Nalan. You are in conversation with Sunil Kumar KG. Let's listen to more stories about Rolex watches. Sir, എനിക്കൊരു ചോദ്യമുള്ളത്, ഇന്നത്തെ ചെറിയ തലമുറകൾ, അല്ലെങ്കിൽ ഇന്നത്തെ യങ്സ്റ്റേഴ്സ്, അവർക്ക് ഒരു പാറ്റേൺ ഓഫ് പർച്ചേസ്, അവർക്ക് പല കാര്യങ്ങളും താല്പര്യമുണ്ട്. ഇന്നെല്ലാം accessible-ആണ്, EMI എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വാച്ച് പ്രേമിയാണെന്ന് കരുതുക, ഇപ്പോൾ റോളക്സ് വാച്ച് പ്രേമിയാണെന്ന് കരുതുക. അത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഓൺ ചെയ്യുക, സെക്കൻഡ് ഓൺ ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ഗ്രേഡ് ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. അങ്ങനെയാണെങ്കിൽ സാറിന് എന്താ പറയാനുള്ളത്? എപ്പോഴും നമ്മളൊരു വാച്ച് വാങ്ങിക്കുമ്പോൾ, അത് ഈവൻ റോളക്സ് അല്ല വേറൊരു ബ്രാൻഡ് ആണെങ്കിൽ പോലും, നമ്മൾ ഓതറൈസ്ഡ് റീറ്റെയിലറുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. നമുക്ക് കുറച്ച് വില കുറച്ച് തരാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ വാച്ച് ഇരിപ്പുണ്ട്, അളിയൻ തന്നതാണ്, ഗൾഫിൽ നിന്ന് കിട്ടിയതാണ്, അങ്ങനെയൊന്ന് പറയുന്ന വാച്ചുകളുടെ പുറകെ പോവാതിരിക്കുക. അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. ഇപ്പോൾ റോളക്സ് വാച്ചിനെ കുറിച്ച് നമുക്കറിയാനായിട്ട് നമുക്ക് കൊച്ചിയിൽ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെക്നിക്കലി ഒരു കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നമുക്കിവിടെ കേരളത്തിൽ ഡീലർഷിപ്പ് ഇല്ല. അത് ഉടനെ തന്നെ തിരിച്ചു വരുന്നതാണ്. പക്ഷേ എപ്പോഴും നമ്മളൊരു ഓതറൈസർ റീറ്റെയിലറുടെ അടുത്തുനിന്ന് പോയി വാച്ച് വാങ്ങിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് ഉപദേശം. അതിനകത്ത് ഇപ്പോൾ വാച്ച് ഒരു വാച്ച് വാങ്ങിക്കുമ്പോൾ അതിന് നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടുന്നു, അതിനൊരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടെ ഒരു കിറ്റായിട്ടാണ് നമുക്ക് ആ വാച്ച് തരുന്നത്. പക്ഷേ ഇപ്പം ചൈനയിൽ നിന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ
ഈ ബോക്സും കാർഡും കിറ്റും എല്ലാമായിട്ട് ഒരു കോപ്പി അടിച്ച് വരികയല്ലേ. അതെ, അത് പക്ഷേ ഓതറൈസർ റീറ്റെയിലറുടെ അടുത്ത് വരില്ലല്ലോ. അതാ ഞാൻ പറയുന്നത്, നമുക്ക് ഇപ്പം അമ്മാവൻ തന്നതാണ്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് മുതലാളി തന്നതാണ്, അറബി തന്നതാണ് എന്ന് പറഞ്ഞ് വരുന്ന വാച്ചുകൾ വാങ്ങിക്കാതിരിക്കുക. മനസ്സിലായി. നമ്മളൊരു ഓതറൈസർ റീറ്റെയിലറുടെ അടുത്ത് പോവുക. ക്ലോണിങ് വാച്ചുകളുണ്ട്. വാച്ച് കണ്ടാൽ ഒരു പക്ഷേ നമുക്ക് പോലും, അതായത് 10-14 വർഷം റോളക്സ് വാച്ചുമായിട്ട് സേവനം ചെയ്ത എനിക്ക് പോലും, അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള വാച്ചുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും, വെയിറ്റ് ആണെങ്കിലും, ലുക്ക് വൈസ് ആണെങ്കിലും, കളർ വൈസ് ആണെങ്കിലും, സൈസ് വൈസ് ആണെങ്കിലും എല്ലാം ഒരുപോലെ ഇരിക്കും. ഡിറ്റോ കോപ്പികൾ, അതിന് ക്ലോണിങ് വാച്ചുകൾ എന്ന് പറയും. പിന്നെ ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി. ഇതൊക്കെ സ്വിസ്സിന്നല്ലല്ലോ വരുന്നത് എന്തായാലും. അല്ല, ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ് 90%. പക്ഷേ നമ്മുടെ ഇവിടെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള പലരും ഇതുപോലുള്ള പറ്റിക്കപ്പെടുകയാണ് ഒത്തിരി. അതായത് നല്ല കാറ്റഗറി അല്ലെങ്കിൽ നല്ലൊരു സോഷ്യൽ സ്റ്റാറ്റസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രീമിയം ആൾക്കാർ, അഡ്വക്കേറ്റ്സ്, ഡോക്ടേഴ്സ്, അവർ വരെ പറ്റിക്കപ്പെടുന്നുണ്ട്. അതായത് ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെയായിരിക്കും: കൊറോണയ്ക്ക് ശേഷം സെയിൽ കുറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വാച്ചുകൾ ഓൺലൈനിൽ വിറ്റ് തീർക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കുറച്ച് വാച്ചുകൾ ഞങ്ങൾ ഈ വർഷം കുറച്ച് വില കുറച്ച് വെക്കുന്നു, ഓൺലൈനിൽ കാണുന്നു. റോളക്സ് വാച്ചിന് ഓൺലൈനിൽ സെയിൽ ഇല്ല. അത് കമ്പനി പോലും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഓൺലൈൻ സെയിൽ ഇല്ല. പക്ഷെ അതിനെ വിശ്വസിച്ചിട്ട് ആളുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നു. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, 20 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ വില വരുന്ന വാച്ച് 95% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു. ഈ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റോളക്സ് ഡിമാൻഡ് അനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റാത്ത കമ്പനി 7 വർഷം 8 വർഷം 10 വർഷം വരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ട് ആളുകൾ കൈപ്പറ്റുന്ന ഒരു വാച്ച് 90% ഡിസ്കൗണ്ടിൽ കിട്ടും എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് പോയി പെടുന്നവർ. അതും പ്രീമിയം. അതെ, വിവരവും വിദ്യാഭ്യാസവും വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒത്തിരി പേരുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരു ബോക്സ് കൊണ്ടുവരും, വാച്ച് കാണിക്കും, വാച്ച് കഴിച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമുക്ക് ഒറ്റയടിക്ക് മുഖത്ത് നോക്കി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയാൻ വിഷമമാണ്. ചിലപ്പോൾ നമ്മളത് പറയണോടുകൂടി പുള്ളി തകർന്നു പോകും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറയും, ഒരു പരിധിവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും, ഇത് ഓതറൈസ്ഡ് റീറ്റെയിലർ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം, ഞങ്ങൾക്കിത് 100% ഒറിജിനലാണെന്ന് പറയാനുള്ള അതോറിറ്റി ഇല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിടും. പിന്നെ വളരെ നമുക്ക് സൗഹൃദപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആളുകളാണെങ്കിൽ നമ്മളവരോട് പറയും. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തേവര കോളേജിലൊരു പ്രൊഫസർ ഒരു വാച്ച് മേടിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നു കൗണ്ടറിൽ വന്നു, വാച്ച് കാണിച്ചു, വാച്ചിൻ്റെ ബോക്സ് തുറന്നു, നമ്മൾ വാച്ച് കണ്ടു, ഡ്യൂപ്ലിക്കേറ്റ് വാച്ചാണ്. വാച്ച് കണ്ട് നമ്മളത് അദ്ദേഹത്തിനോട് പറഞ്ഞു, സാറേ ഇത് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം തളർന്നുപോയി. അദ്ദേഹം പെട്ടെന്ന് നിന്നയാൾ തളർന്ന് നിലത്തേക്ക് അങ്ങോട്ട് ഇരുന്നു. അദ്ദേഹത്തിന് പിന്നെ ഞങ്ങൾ വെള്ളവും എല്ലാം എടുത്ത് കൊടുത്ത് സമാധാനിപ്പിച്ച് ആണ് ഷോപ്പിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകൾ പറയും, നിങ്ങൾ റോളക്സ് അല്ലേ, നിങ്ങളല്ലേ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നെല്ലാം നമ്മുടെ അടുത്ത് പറയും. അപ്പം നമ്മൾ പറയും, സാറേ ഇത് ഓതറൈസർ റീറ്റെയിലർ അടുത്ത് മാത്രമേ വാങ്ങിക്കാമുള്ളൂ. ഇത് അങ്ങനെയാണ് ഈ വാച്ചിൻ്റെ. പിന്നെ കാരണം അറിയാലോ, എത്രയും ഡിമാൻഡുള്ളൊരു സാധനം എത്രയും ഡിസ്കൗണ്ടിൽ കിട്ടുമ്പോൾ നിങ്ങളും ഒന്ന് സൂക്ഷിക്കണ്ടേ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഒത്തിരി പേർക്ക് പറ്റുന്നുണ്ട്. അത് മലയാളി ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ സർട്ടൻ പ്രോഡക്ട്സ് ഇപ്പം ഐഫോണിൽ വരെ ചതി പറ്റുന്ന ആൾക്കാരുണ്ട്. ഒരു അല്പം വില കുറച്ച് കിട്ടുന്ന ഒരു എടുത്തുചാട്ടമാണ്. ആ എടുത്തുചാട്ടം വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇൻ ബിസിനസ് നത്തിങ് കംസ് ഫ്രീ. എല്ലാവരും ഒരു കച്ചവടം ചെയ്യുന്നതിൻ്റെ പിറകിൽ അതിനകത്തൊരു പ്രോഫിറ്റ് പെർസെൻറ്റേജ് കരുതിയിട്ട് തന്നെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതും ഡിമാൻഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും റോളക്സ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ് വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ ബ്രാൻഡിനെ പറ്റി കൂലങ്കർഷമായി ഒന്ന് പഠിച്ച് അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുമായി ചർച്ച ചെയ്ത്, കാരണം ഒരു ചെറിയ സാധനമല്ലല്ലോ, ഒരു കാറ് വാങ്ങിക്കുമ്പോൾ തന്നെ 12 പ്രാവശ്യം ട്രയൽ റൺ വരെ ഓടിച്ച് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. എന്തായാലും ഈ 50,000 രൂപ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒന്നുമല്ല, അതിലും കൂടുതൽ വില കൊടുത്ത് വേണം ഈ സാധനം വാങ്ങിക്കാൻ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് വാങ്ങിക്കണം എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ യൂത്തിനോട് പറയാനുള്ളത്. ഇപ്പം തന്നെ ഏകദേശം 75 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു വാച്ച് ഗ്രൂപ്പ് നമുക്ക് കൊച്ചി തന്നെയുണ്ട്. സുസ്റ്റൈമോസ് എന്നാണ് അതിൻ്റെ പേര്. അവരത് 75 വർഷത്തോളമായിട്ട് അവിടെ 10-30 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവിടം വരെ ഒന്ന് പോയി കഴിഞ്ഞാൽ അവർ തന്നെ അതിനെക്കുറിച്ചും കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ആൾക്കാരാണ്. എന്നിട്ട് സ്വസ്ഥമായി വാങ്ങിച്ച് കെട്ടി നടക്കാം. ഈ കൊച്ചി തന്നെ
ഒരു 25ഓളം സ്റ്റോറുകൾ ഓൺ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റോറിൽ പോയി ചോദിച്ച് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ റോളക്സിൻ്റെ ഷോറൂം ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ അവിടെ വന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊന്നും ഇല്ലാതെ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എടുത്ത് ചാടി പോയി അബദ്ധം പറ്റുന്നവർക്കാണ് ഈ ടൈപ്പ് ഓഫ് അബദ്ധങ്ങൾ പറ്റുന്നത്. അതെ, ഈ ലക്ഷറി ഫോക്കസ് ചെയ്ത് നമ്മളിപ്പം നാട്ടിലൊരു സ്റ്റേറ്റസ് കാണിക്കാനാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോളക്സ് അടിസ്ഥാനപരമായി സമയമാണോ കാണിക്കുന്നത് അതോ സ്റ്റേറ്റസ് ആണോ കാണിക്കുന്നത്? റോളക്സ് കാണിക്കുന്നത് ആ കസ്റ്റമർ അത് വെയർ ചെയ്യുന്ന ആളുടെ ടൈമാണ്. അതായത് വാച്ച് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം കാണില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ വെയർ ചെയ്യുന്ന ഒരാളുടെ സ്റ്റാറ്റസ്കോ അതാണ് അതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാച്ചാണോ വേണ്ടത്, റോളക്സിൽ തന്നെ പലതരം വാച്ചുകളുണ്ട്. അതിനകത്ത് ഏത് വാച്ചാണ് എനിക്ക് വേണ്ടത് എന്ന് ഞാൻ തിരിച്ചറിയണം. അതിന് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒത്തിരി വാച്ച് കൺസൾട്ടൻസ് ഉണ്ട്. അവരെ പോയി കണ്ട് സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാം. പ്രൊഫഷണൽ വാച്ച് കൺസൾട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊച്ചിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരാളാണ്. എന്നെ അറിയാത്തവരായിട്ട് കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. റോളക്സ് ഓൺ ചെയ്യുന്ന ഒരു പരിധി വരെ ഒരു വലിയ ഒരു പെർസെൻറ്റേജ് ഞാൻ പറയുന്നില്ല, എന്തായാലും എബവ് 50% ആൾക്കാരും എന്നെ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മളെ അടുത്ത് ഒത്തിരി ഫാമിലീസ് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ വിളിച്ച് ഫോണിൽ കൂടെ കൺസൾട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്, നമുക്ക് എവിടെ നിന്നാണ് വാച്ച് വാങ്ങിക്കേണ്ടത്, എവിടെ നിന്നാണ് വാച്ച് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് വാച്ചുകളാണ് നമുക്ക് നല്ലത്. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുത്തിട്ട് വേണം ഒരു വാച്ച് മേടിക്കാനെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഈസിലി നമ്മളൊരു ഷോപ്പിൽ ചെല്ലുക, ആ ഷോപ്പിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ആ ചെല്ലുന്ന ഷോപ്പിൽ ആ പർട്ടിക്കുലർ ബ്രാൻഡ് ഇല്ലെങ്കിൽ അവരത് പറഞ്ഞു കൊടുക്കും. എവിടെ കിട്ടുമോ, ഇന്ന സ്ഥലത്താണ് അതിൻ്റെ ഏജൻസി ഉള്ളത്, നിങ്ങൾ അവിടെ വരെ ഒന്ന് പോയി അത് മനസ്സിലാക്കുക എന്നവർ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഓതറൈസർ റീറ്റെയിലറുടെ അടുത്ത് നിന്ന് വാച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. ഒരു 10 ഈ പറഞ്ഞ 1-2 ലക്ഷം രൂപ അധികം പോയാലും അതിന് ജെനുവിനിറ്റി ഒരിക്കലും ഒരു ഡീലറും അങ്ങനെ കൂടുതൽ പൈസ എടുക്കുന്നില്ല. അല്ല, ഞാൻ ഡ്യൂപ്ലിക്കേറ്റിൽ പെടുന്നതിനെക്കാട്ടി നല്ലത് ഡ്യൂപ്ലിക്കേറ്റ് 95% ഡിസ്കൗണ്ട് അല്ലേ. മാത്രമല്ല സുല്ലേട്ടാ, ഈ വാച്ച്, ബൈക്ക്, ഇപ്പം ബ്രാൻഡ് എന്നൊക്കെ പറയുന്നത് എന്നും ആണുങ്ങൾക്കായിരുന്നു ഒരു പ്രിയം ഒരു കാലഘട്ടം വരെ. ഇന്ന് നോക്കുമ്പം ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന പെൺകുട്ടികളുണ്ട്. അത് എനിക്കറിയേണ്ടത് ഇപ്പം വാലറ്റ്സും ഇല്ലെങ്കിൽ ഹാൻഡ് ബാഗ്സിനൊക്കെ ഇല്ലെങ്കിൽ ഇപ്പം ബ്രാൻഡ്സായിട്ട് വന്നിട്ടുണ്ട്. ഈ റോളക്സ് വാച്ചുകൾക്ക് പെണ്ണുങ്ങൾക്ക് പ്രണയമുണ്ടോ? ഒത്തിരി അതെനിക്കൊരു പുതിയ അറിവാണ്. ഒത്തിരി പേര്, കാരണം എറണാകുളത്തൊക്കെ ബ്രാൻഡ് അങ്ങനെയുള്ള ലക്ഷറി സ്റ്റൈലിഷ് ബ്രാൻഡുകൾ പെണ്ണുങ്ങൾ വേറെ ചെയ്യുന്നുണ്ട്. ഇതൊരു റോയൽ ബ്രാൻഡാണല്ലോ. തീർച്ചയായിട്ടും. അല്ല, ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് ഇപ്പോൾ ഹെർമസിൻ്റെ കെല്ലി എന്ന് പറയുന്ന ഹാൻഡ് ബാഗ് സാധാരണക്കാർക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല. 42 ലക്ഷം രൂപ വരെ ഒരു ലേഡീസ് ബാഗിന് വിലയുണ്ട്. അത് ഇൻവൈറ്റീസിന് മാത്രം കിട്ടുന്നൊരു സീരീസാണ്. അതുപോലെ ഓൺ ചെയ്യുന്ന പലരും ഈ കൊച്ചി നഗരത്തിലുണ്ട്. 42 lakhs അല്ലെങ്കിൽ ഒരു 28 lakhsലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 28 ഹാൻഡ് ബാഗ്, ഒരു ലേഡീസ് ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ബാഗ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈവൻ ദ റോളക്സ് വാച്ച് ആണെങ്കിൽ പോലും കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. അല്ല, അഫോർഡബിളിൻ്റെ അല്ലല്ലോ വിഷയം. പെണ്ണുങ്ങൾക്ക് സ്റ്റൈലിഷ് കാര്യങ്ങളോടാണ് കൂടുതൽ താല്പര്യം. ആണുങ്ങൾക്ക് റോയൽ എൻഫീൽഡ് എന്നൊക്കെ പറയുന്ന കണക്ക്, ഇല്ലെങ്കിൽ റോൾസ് റോയ്സ് എന്നൊക്കെ പറയുന്ന കണക്ക് കൂടുതലും മാൻ ഐക്കൺസ് ആണ് ഇത് വെയർ ചെയ്ത്. എൻ്റെ ചെറിയ അറിവ്, നമ്മൾ സാധാരണക്കാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട്. പക്ഷേ പെണ്ണുങ്ങൾ റോളക്സ്, റോൾസ് റോയ്സ്, ബുള്ളറ്റിൻ്റെ കാലത്തേക്ക് വന്നിരിക്കുകയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് റോയൽ തിങ്കിങ്. കാരണം പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റൈലിഷ് ഷോ ഓഫ് ഒക്കെ ആണല്ലോ. ഈ റോളക്സ് പ്രണയിക്കുന്ന പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത്. ഈ കൊച്ചിയിലുണ്ട്. ഇഷ്ടം പോലെ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സ്റ്റൈല് കാണിക്കാനുള്ള ലേഡീസ് എന്ന് പറയാൻ പറ്റില്ല. പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സ്, അല്ലെങ്കിൽ ബിസിനസ് ഓൺ ചെയ്യുന്ന ഒത്തിരി ലേഡീസ് റോളക്സിനെ അവരും അതിനൊരു സ്റ്റാറ്റസ്കോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ലേഡീസിന് ഇതേപോലെ ലേഡീസ് ടൈപ്പ് പ്രീമിയം വാച്ചസ് ഉണ്ട്. അതായത് 28 mm വാച്ച് ലേഡീസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. 31 mm വാച്ചുകൾ ലേഡീസിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ജെൻസ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 36 mm ഓൺവേഡ്സ് ആണ്. പക്ഷേ 36 mm
വെയർ ചെയ്യുന്ന ലേഡീസും ഉണ്ട്. ഉണ്ട്. അതായത് ഈ കൈൻ്റെ നാട്ടിലുണ്ട്, ഈ നാട്ടിലുണ്ട്. റിസ്റ്റ് സൈസ് കുറച്ച് വലുതാണെങ്കിൽ ലേഡീസിനും 36mm വാച്ച് വരെ ഉപയോഗിക്കാം. ഈവൻ 40mm വാച്ച് ജെൻസിൻ്റെ മാത്രമായിട്ട് വാച്ച് വരുന്നത് അത് ഉപയോഗിക്കുന്ന ലേഡീസും ഉണ്ട്. ഉണ്ട്. ഇതൊക്കെ ഏത് ഏജ് ഗ്രൂപ്പിലായിരിക്കും? ഒത്തിരി പേരും ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ളവരെ, ചെറിയതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 30-40 ഗ്രൂപ്പിനകത്ത്. ഇവർക്ക് ഈ റോളക്സിനോട് പ്രണയം വരാൻ അച്ഛനാണോ കാരണം, അതോ ഇവരിൽ നിന്ന് തുടങ്ങുന്നതാണോ? കാരണം റോളക്സ് അങ്ങനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നൊരു സാധനമല്ലല്ലോ. ഇപ്പം മോൺ ബ്ലാങ്ക് എന്നൊക്കെ പറയുന്ന കണക്ക് അവർക്കൊരു ഹിസ്റ്റോറിക്കൽ ടച്ച് ഉണ്ട്, അപ്പോൾ ഒരു ലെഗസി ഉണ്ട്, എല്ലാ വാച്ചിനും ഉണ്ടെങ്കിലും ഈ റോളക്സ് മാത്രമല്ല ഒരു എന്താ പറയുക, ഒരു സിൽവറിഷ് അല്ലേ, ഒരു ഗോൾഡിഷ് എന്നൊക്കെ പറയുന്ന കണക്കുള്ള സ്റ്റൈലിഷ് ആയിട്ടാക്കിയത് വരുന്നത്. അപ്പോൾ ഈ ലേഡീസിന് ഇതിനെ അട്രാക്ട് ചെയ്യാനുള്ള റീസൺ വേറെ എന്തെങ്കിലും? ലേഡീസിനെ ഇത് അട്രാക്ട് ചെയ്യുന്നതെന്ന് ലേഡീസ് വാച്ചുകൾ ഡയമണ്ട് പേവ്ഡ് ഡയൽസ് വരുന്നുണ്ട്. അവരുടെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ആഭരണം പോലെ അവർക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു ഓർണമെൻ്റ് പോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന വാച്ചുകളുണ്ട്. ഡയമണ്ട് പേവ് ചെയ്ത് അല്ലെങ്കിൽ ചുറ്റും ഡയമണ്ട് വെച്ച് വരുന്ന വാച്ചുകളുണ്ട്. പിന്നെ അവരും ഈ മൂവിയെല്ലാം കാണുന്നു, അല്ലെങ്കിൽ സോഷ്യലി മറ്റുള്ള പരസ്യങ്ങൾ കാണുന്നു. അപ്പോൾ അവർ വെയർ ചെയ്ത വാച്ച് ആരാണ്, ഏത് ഇതാണെന്ന് നോക്കിയിട്ട് ആണ്. പിന്നെ പല വാച്ചുകൾ ഇപ്പോൾ റോളക്സിനേക്കാൾ വില കൂടിയ വാച്ചുകളുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു ലിമിറ്റഡ് ഇത് വെച്ച് പറയുവാണെങ്കിൽ റോളക്സ് ആണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതല്ലാതെ ഒത്തിരി ഇപ്പോൾ AP ആണെങ്കിലും അതിനേക്കാൾ കൂടിയ ബ്രാൻഡുകൾ പത്തേക് ഫിലിപ്പ് ആണെങ്കിലും ഒക്കെ ഓൺ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അതൊരു വിദേശമായിട്ട് കുറച്ച് കണക്റ്റഡായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരുമാണ് അങ്ങനെ ഒരു ബ്രാൻഡിലേക്ക് പോകുന്നത്. പക്ഷെ റോളക്സ് ലേഡീസ് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. അവരൊരു ഓർണമെന്റൽ പോലെ തന്നെ അത് യൂസ് ചെയ്യുന്നു. എത്ര വർഷം? അതായത് ഇപ്പം എനിക്ക് ജെൻസിൻ്റെ വാച്ചസിന് ഇപ്പം 1905 തൊട്ടൊക്കെ പറഞ്ഞ ജെൻസ് പ്രേമികളുണ്ടെന്ന് പറയാം. ഏറ്റവും ഒരു കാലഘട്ടം, പഴയ കാലഘട്ടത്തിൽ ഓൾഡസ്റ്റ് ലേഡീസ് വാച്ച് കം അക്രോസ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കൊച്ചിയിൽ നിന്ന് നമുക്കൊരു തറവാട്ടിൽ നിന്ന്, അതായത് ഒരു അറിയപ്പെടുന്ന ഒരാളുടെ അമ്മ വാച്ച് അവരുടെ കല്യാണത്തിന് വാങ്ങിച്ചൊരു വാച്ചുണ്ട്. ഏകദേശം ഒരു 50 വർഷമെങ്കിലും പഴക്കമുള്ള ലേഡീസ് വാച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ഗോൾഡിൽ വന്നിട്ട് സിൽവർ ടച്ചുള്ള, ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട്. പിന്നെ അതിൻ്റെയൊക്കെ പറയാനാണെങ്കിൽ ചെയിൻ മാത്രം കുറച്ച് ലൂസ് ആവാൻ, അതാണ് ഈ പഴയ വാച്ചുകൾക്ക് ജൂബിലി ചെയിൻ എന്ന് പറഞ്ഞിട്ട് റോളക്സ് 3 ടൈപ്പ് ഓഫ് ചെയിൻസിലാണ് വാച്ച് ഇറക്കുന്നത്. ഒന്ന് ജൂബിലി, പിന്നെ ഓയിസ്റ്റർ, പിന്നെ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോൾഡ്, പ്ലാറ്റിനം മെറ്റീരിയൽ, അതായത് ലക്ഷറി മെറ്റീരിയലിൽ മാത്രം ഇറക്കുന്നൊരു ചെയിനാണത്. ആ ചെയിൻ കണ്ടാൽ അറിയാൻ പറ്റും ആ വാച്ച് പ്ലാറ്റിനം വാച്ചാണ് അല്ലെങ്കിൽ വൈറ്റ് ഗോൾഡ് വാച്ചാണ്. അത് പ്രസിഡൻറ്റ് ചെയിൻ എന്ന് പറയും. അല്ലാതെ സ്പോർട്സ് വാച്ചുകൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ചെയിനാണ് ഓയിസ്റ്റർ ചെയിൻസ്. പണ്ട് തൊട്ട് പരമ്പരാഗതമായിട്ട് നമ്മൾ പണ്ട് മുതൽ കണ്ടുവരുന്നൊരു, പെട്ടെന്ന് റോളക്സ് ആണെന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു ചെയിനുണ്ട്. ആളുകളുടെ മനസ്സിൽ പിക്ചറൈസേഷൻ വരുന്ന ഒരു 3 പീസ് വരുന്നവർ, അതിന് ജൂബിലി ചെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ വാച്ചുകൾക്ക് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെയിൻ കുറച്ച് ലൂസ്, 50 വർഷമൊക്കെ പഴക്കമുള്ള അല്ലെങ്കിൽ 60 വർഷം പഴക്കമുള്ള വാച്ചുകൾ ചെയിൻ കുറച്ച് ലൂസായിരിക്കും. ഇന്ന് അതും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഒരു പണ്ട് നമ്മളൊരു തകിട് പോലെ സ്വർണം വളച്ചിട്ട്, സോളിഡ് ഗോൾഡാണ് പണ്ട് മുതലും വരുന്നത്, അതൊരു തകിട് പോലെ വളച്ച് അതിനകത്താണ് ഇത് ഉണ്ടായിക്കൊണ്ടത്. ഇപ്പം അത് സോളിഡാക്കി, കുറച്ചും കൂടി സോളിഡാക്കി ചെയിനെല്ലാം ഒരു പെർഫോമൻസ് നോക്കിയിട്ട് മാറ്റിയിട്ട് ആക്കിയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതും വരുന്നില്ല. ഈ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആണല്ലോ. അതെ. ഇപ്പം ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ ഇത്രയും ക്രാഫ്റ്റ്സ്മാൻ ഈ സ്വിസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് ലോകത്തിൽ ഒരേ ഒരു ഫാക്ടറി ഉള്ളൂ. അവർ വേറൊരു രാജ്യത്ത് നിന്ന് അവർ പ്രൊഡക്ഷൻ എടുക്കുന്നില്ല. ഈവൻ സ്വർണം പോലും അവർ സ്വന്തമായി വാങ്ങിച്ച് ഉരുക്കി എടുത്തിട്ടാണ് അവരുടെ വാച്ചിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ ഒരു പുറത്തുനിന്ന് സോഴ്സ് ചെയ്യുന്നതല്ല. 100% അവർ ഇൻ ഹൗസ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് സ്വിറ്റ്സർലൻഡിലാണ്, ജനീവയിലാണ്. ഞാൻ കണ്ടിട്ടില്ല. വീഡിയോ എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അത് അവർ ഇൻ ഹൗസ് മാനുഫാക്ചറിങ് ആണ്, പുറത്തൊന്നും ഒന്നും സോഴ്സ് ചെയ്യുന്നില്ല. ചില ആളുകൾ വാദഗതിക്ക് വേണ്ടി പറയുന്നുണ്ട് അവരുടെ ഗ്ലാസ് അവർ പുറത്തുനിന്നാണ് സോഴ്സ് ചെയ്യുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള 100% ക്ലാരിറ്റി തരാൻ എനിക്കും പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും വേറെ എന്തായാലും ഇനി ഗ്ലാസ് ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ബാക്കിയുള്ള ഒരു കമ്പോണൻറ്റും പുറത്തുനിന്ന് അവരെടുക്കുന്നില്ല. പണ്ട് റോളക്സ് തുടങ്ങിയ സമയത്ത് മൂവ്മെൻറ്റ് വരെ മറ്റുള്ള ബ്രാൻഡിനെ അവർ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്, നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ഒരു സാധനം പോലും റോളക്സ് ഇൻഹൗസ് അല്ലാതെ എടുക്കുന്നില്ല. ഇത് 100% ഹാൻഡ് മെയ്ഡാണ്, 100% അവർ ഇൻഹൗസ് ആണ്.
അവർക്ക് പറ്റിയ മെറ്റീരിയൽ എപ്പോൾ കിട്ടുന്നോ അപ്പോൾ മാത്രമേ പ്രൊഡക്ഷൻ എടുക്കുകയുള്ളൂ. സ്വർണത്തിൻ്റെ അവൈലബിലിറ്റി കുറയുവാണെങ്കിൽ ഗോൾഡ് വാച്ചുകളുടെ പ്രൊഡക്ഷൻ നിർത്തിവെക്കും. അല്ലാതെ എവിടെ നിന്നെങ്കിലും സ്വർണം അടിച്ച് വാച്ച് ഉണ്ടാക്കാം എന്ന് അവർ ഒരു സോഴ്സിൽ നിന്ന് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് മാത്രം സ്വർണം എടുത്തിട്ട് അവർ ബാറ് കണക്കിനെടുത്ത് അവർ ഉരുക്കി അവരുടെ ഫൗണ്ടറിയിൽ അതിനെ മെൽറ്റ് ചെയ്തെടുത്ത് ആണ് റോളക്സ് വാച്ച് ഉണ്ടാക്കുന്നത്. ഉണ്ടാവും, തീർച്ചയായിട്ടും. എന്നെ ചൊല്ലേണ്ട ഈ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിനെ പറ്റി കേൾക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതൊരു ലെഗസിയാണ്. അപ്പം പരമ്പരാഗതമായി എനിക്ക് തോന്നി ഈ വാച്ച് മേക്കർ അല്ലേ, അത് പുള്ളിക്കാരൻ്റെ ഫാമിലിയില്ല, അവരുടെ ഒരു ഫാമിലി തന്നെ പഠിച്ച് കൈമാറി വരുന്നൊരു തൊഴിലായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും, കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ കേരളത്തിൽ ഞാൻ എൻജിനീയറിങ് കേട്ടിട്ടുണ്ട്, ഡോക്ടർ മെഡിസിൻ കേട്ടിട്ടുണ്ട്, ഷെഫിൻ്റെ ഹോസ്പിറ്റാലിറ്റി കേട്ടിട്ടുണ്ട്. ഈ ഒരു മൊബൈലിൻ്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന പോലെ ഈ ഒരു വാച്ചിൻ്റെ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് പഠിപ്പിക്കുന്ന കോളേജസോ യൂണിവേഴ്സിറ്റിയോ ക്ലിനിക്സോ എന്തെങ്കിലും നമ്മുടെ ഇന്ത്യയിലുണ്ടോ? നമ്മുടെ പോളിടെക്നിക്കിൽ വാച്ചിനെ കുറിച്ച് ബേസ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ റോളക്സിന് കോളേജുണ്ട്. എവിടെ? ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിലല്ല. സ്വാച്ച് ഗ്രൂപ്പ്, ഒമേഗ, ലോഞ്ചീൻസ്, റാഡോ തുടങ്ങിയ വാച്ചുകൾ വരുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് കോളേജുകളുണ്ട്. അല്ലാണ്ട് ഇന്ത്യയിൽ അറിവില്ല. ഇതൊരു ഭയങ്കര ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലേ? ചിന്തിച്ചു, ഒരു ബേസ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ്. എങ്കിൽ പോലും ഇതൊരു ഭയങ്കര ആർട്ടിസൻ ഒരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്. പല കുട്ടികൾക്കും നല്ല തൊഴിൽ കിട്ടാനും അല്ലേ, അവർക്ക് നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യാനും ഭയങ്കര ടെക്നിക്കലി പഠിച്ച് ഇതിനകത്ത് തന്നെ ഒരു എഞ്ചിനീയറിംഗ് ഉണ്ട്. ജോബ് പോസിബിലിറ്റിയെ പറ്റി കേൾക്കുമ്പോഴത്തേക്ക് ഹ്യൂജ് ആണ്, കാരണം ഒരു ഡിമാൻഡ് ഇസ് ടു ഹൈ. പക്ഷേ ഇന്നും ഞാൻ കേട്ടിട്ടില്ല എനിക്കൊരു ഈ വാച്ച് ഉണ്ടാക്കുന്ന ആൾക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക, വാച്ച് മേക്കർ അല്ലേ, വാച്ച് മേക്കർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലേക്ക് വരണം എന്ന് ഒരു സ്കൂളിലും ഒരു കുട്ടിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒത്തിരി മലയാളികൾ വാച്ച് മേക്കേഴ്സ് ഉണ്ട്. പക്ഷേ അത് ആക്സിഡന്റലി ആയതാണോ? ആക്സിഡന്റലി ആയതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് ഇതിനെക്കുറിച്ച് പഠിച്ച് അറിഞ്ഞ്, ഈവൻ ഞാൻ എൻ്റെ മകനെ ഞാൻ MBAക്ക് ചേർക്കുന്നതിന് മുമ്പ് വാച്ച് മേക്കർ കോഴ്സിന് ചേർക്കാൻ തീരുമാനിച്ചു. ഞാനത് സ്വാച്ച് ഗ്രൂപ്പുമായിട്ട് സംസാരിച്ചു. അവരെനിക്ക് സീറ്റ് തരാം എന്നുള്ള രീതിയിൽ വരെ. അവർക്ക് മലേഷ്യയിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്. അവരെനിക്ക് എൻ്റെ മോനെ ഞാൻ അതിനിടയ്ക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളും കൊണ്ട് എനിക്ക് മകനെ അവിടെ ചേർക്കാൻ പറ്റിയില്ല. ഞാനത് അറിഞ്ഞിട്ട് പോയതാണ്. ഇപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ സ്വാച്ച് ഗ്രൂപ്പിൻ്റെ സർവീസ് ഹെഡ്, അതായത് ആ ഗ്രൂപ്പിൻ്റെ സർവീസ് ഹെഡ് ഒരു മലയാളിയാണ്. ഈവൻ റോളക്സിൽ പോലും മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒത്തിരി, അതായത് വാച്ച് മേക്കർ അല്ലെങ്കിൽ ഒരു വാച്ച് മേക്കിങ്ങിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ റെമ്യൂണറേഷൻ എന്നൊക്കെ പറയാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കാണ്. പക്ഷെ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അതാണ് പ്രശ്നം. ഒരു പേരൻറ്റും ഒരു അച്ഛനും അമ്മയും മക്കളെ ഒരു വാച്ച് മേക്കർ ആക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഈ അറിവിൽ, എൻ്റെ ഈ ചെറിയ ജീവിതത്തിനകത്ത് ഞാൻ കേട്ടിട്ടില്ല. എനിക്കിതിനകത്ത് ഇത്രയും കൗതുകം തോന്നാൻ കാരണം ഞാനൊരു ഭയങ്കര വാച്ച് ലവറാണ്. പലരും വാച്ച് കെട്ടുന്ന പോലെ ലാലേട്ടൻ്റെ വാച്ച്, യൂസുഫ് അലിയുടെ വാച്ച്, സാറിൻ്റെ വാച്ച്, അതേപോലെ മമ്മൂക്ക കിട്ടുന്ന വാച്ച്, ഷാറൂഖ് ഖാൻ കിട്ടുന്ന വാച്ച് എന്ന് പറഞ്ഞ് പല വാച്ചുകളും ഇങ്ങനെ ഡിസ്പ്ലേയിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കും ഇത് ഇത്രയും. കാരണം ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഹുബ്ലോട്ട്, ഫ്രാങ്ക് മുള്ളർ, പാത്തെ ഫിലിപ്പ്, ഈ വാച്ചസ് എല്ലാം റാഡോ, ഇതെല്ലാം എൻ്റെ ഒരു കളക്ഷനകത്തുള്ള വാച്ചസ് ആയിരുന്നു. പിന്നെ അതൊരു ഓവർ ദ പീരിയഡ് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുറേയൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്ന് ഫോസിൽ, ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള വാച്ചസാണ്. എല്ലാം ഒരു കാറ്റഗറിയിൽ. എന്തിനാ G-Shock വരുന്നുണ്ട്. അപ്പം അതെ അതൊക്കെ ലൈഫ് ടൈം നമ്മളോടങ്ങ് ഇരുന്നോളും. അപ്പം ഞാൻ ഇതുവരെ ഒരു റോളക്സ് സ്വന്തമാക്കിയിട്ടില്ല. അപ്പം ഞാൻ അന്ന് മെസ്സേജ് അയക്കുമ്പോൾ എനിക്കൊരു റോളക്സ് വാച്ച്, അപ്പം ഞാൻ ഈ വാച്ചിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ പലരും ഇത് ആവശ്യമില്ലാതെ കാശ് ചിലവാക്കിയാണ് വാങ്ങിക്കുന്നത്. പക്ഷേ ഇതിനൊരു പാരമ്പര്യമുണ്ട്, ഒരു പരമ്പരാഗതമായ ജീവിതമുണ്ട്. അപ്പോൾ പല കുട്ടികൾക്കും ഇന്ന് എന്തുകൊണ്ട് ഒരു വാച്ച് മേക്കർ ആയിക്കൂടാ? അവർക്ക് ഈ വാച്ചിനെ പറ്റി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചുകൂടാ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ഒരു ലക്ഷറിയാണ്. നിങ്ങളൊരു എൻജിനീയറിംഗ് പഠിക്കുന്നത് പോലെ, നിങ്ങളൊരു ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് പഠിക്കുന്നത് പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സും കൂടാണ് വാച്ച് മേക്കിംഗ്. തീർച്ചയായിട്ടും അല്ലേ? അത് വളരെ ഡിമാൻഡബിളാണ്. കാരണം നിങ്ങളുടെയൊക്കെ സ്കൂളിൽ തന്നെ നിങ്ങളെയൊക്കെ കുട്ടികളുടെ ഇടയിൽ നിങ്ങളെ വക്കീലന്മാരുണ്ടാവാം, ഡോക്ടർമാരുണ്ടാവും. ഹൗ മെനി ഓഫ് യുവർ ഫ്രണ്ട്സ് വിൽ സേ ദാറ്റ് ഐ എം എ വാച്ച് മേക്കർ? പക്ഷേ സാറെന്ന് പറയുന്നത് സ്വിസ്സിൻ്റെ ഹെഡ് അല്ലേ, സ്വാച്ച് ഗ്രൂപ്പിൻ്റെ സർവീസ് ഹെഡ് ഒരു മലയാളിയാണ്. റോളക്സിൽ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്.
More conversation to be continued. We'll be back. You are listening to Shine with Nalan, and you are in conversation with Sunil Kumar KG. I will call him a watch consultant. Maybe watches are reminders that time itself is our greatest luxury. Welcome back to Shine with Nalan, and you are in conversation with Sunil Kumar KG. പറയൂ കേട്ടോ. ഓട്ടോമാറ്റിക് വാച്ചുകളെ കുറിച്ചാണല്ലോ ചോദിച്ചത്. ഈ ഓട്ടോമാറ്റിക് വാച്ചുകൾ കൈയിൻ്റെ റിസ്റ്റിൽ കെട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ പൊതുജനത്തിനുണ്ട്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മൂവ്മെൻറ്റ് കൊണ്ട് നമ്മുടെ കൈ മൂവ് ചെയ്യുന്നതിൻ്റെത് കൊണ്ട് അതിൻ്റെ റോട്ടർ വീലിൽ സ്പ്രിങ് വർക്ക് ചെയ്ത് ടൈറ്റായി അതിനെ ആണ് അത് വർക്ക് ചെയ്ത് വരുന്നത്. വെറുതെ എടുത്ത് കൈ കെട്ടി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കൈ കെട്ടും, അല്ലെങ്കിൽ കൈൻ്റെ ചൂട് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നതെന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. 2 ടൈപ്പ് ഓഫ് വാച്ചുകളാണ് ഉള്ളതെന്ന് ആളുകൾക്ക് അറിയാം. അത് ഒന്ന് ഓട്ടോമാറ്റിക്, ഒന്ന് കോഡ്സും. ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ വാച്ചുകളുണ്ട്, വൈൻഡ് ചെയ്ത് ഉപയോഗിക്കേണ്ട വാച്ചുകളുണ്ട്. ഓട്ടോമാറ്റിക് വാച്ച് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈ കെട്ടി ഹാൻഡ് മൂവ്മെൻറ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്ന വാച്ചുകളുണ്ട്, ബാറ്ററി ഓപ്പറേറ്റഡ് വാച്ചുകളുണ്ട്. അങ്ങനെ 3 ടൈപ്പ് വാച്ചുകളും ഉണ്ട്. ആളുകൾക്ക് അതൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ അവർ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ സ്വീകരിച്ചിട്ട് പറയുന്നതാണ്. അത് അവർക്കൊരു ഇൻഫർമേഷൻ മാത്രമല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽസ് ഉള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ കേരളത്തിലാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോളക്സ് വാച്ചുകൾ വിറ്റ് പോകുന്നത്? ഒരു സംശയമാണ് എൻ്റെ. അങ്ങനെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റത്തില്ല. കേരളത്തിൽ എന്നല്ല, ലോകത്തിലെവിടെയും ഇന്ന് റോളക്സ് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊരു സ്റ്റോറി കേട്ടത്, ഷാറൂഖ് ഖാൻ ആരെ പരിചയപ്പെട്ടാലും ഒരു റോളക്സ് വാച്ച് ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. ഷാരൂഖ് ഖാൻ വെയർ ചെയ്യുന്നത് റോളക്സ് വാച്ചാണ് ഇതുവരെ, അതായത് കുറച്ച് മുമ്പ് വരെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉള്ളത് ഷാറൂഖ് ഖാൻ്റെ അങ്ങനെ വല്ലതും അറിയാം എന്നും പറയാൻ പറ്റത്തില്ല. അതായത് ഷാരൂഖ് ഖാന് കൂടുതൽ അഫോർഡബിൾ ആണ്, ആൾ ഫിനാൻഷ്യലി സൗണ്ട് ആയതുകൊണ്ട് ആൾ പറയുന്നൊരു കഥയായി വേണമെങ്കിൽ മാറാം എന്നല്ലാതെ അതിനെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ അതിന് സമ്മതിക്കാൻ പറ്റത്തില്ല. യൂസഫ് അലി സാർ വലിയൊരു വാച്ച് പ്രേമിയാണ്. അദ്ദേഹത്തിൻ്റെ ഒത്തിരി കളക്ഷൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ബിൽഡിങ്ങിലാണല്ലോ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത്. അദ്ദേഹം വാച്ച് നല്ല എത്ര വർഷം പഴക്കമുള്ള ഒരു വാച്ച് വാച്ചസ് ഉണ്ട്. എന്നാലും ഫസ്റ്റ് റോളക്സ് വാച്ച് ഏതാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല. എന്നാലും റോളക്സ് വാച്ച് ഒത്തിരി ഓൺ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഒത്തിരി വില കൂടിയ ബ്രാൻഡുകളും ഓൺ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ വാച്ച് പ്രേമിയാണ്. അദ്ദേഹം പുതിയ വാച്ചുകളെല്ലാം വെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ലുലു മാളിൽ വരുവാണെങ്കിൽ നമ്മുടെ സുസ്റ്റൈമോസിൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യും, നമ്മളെ വാച്ച് കാണിച്ചു തരും. നമ്മൾ പോലും കാണാത്ത ബ്രാൻഡും നമ്മൾ പോലും കാണാത്ത ടൈപ്പ് ഓഫ് വാച്ചുകളും അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ട്. കാരണം പുള്ളി എപ്പോൾ വാച്ച് കെട്ടി ഇറങ്ങിയാലും നമ്മളൊരു ചെറുക്കനുണ്ടല്ലോ, ഒരു ആരോ കാണിച്ചിട്ട് അപ്പോഴേ വാച്ചിനെ പറ്റി ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എഫിൻ നല്ല ഇതാണ്. ഒത്തിരി ഒരു സാധാരണക്കാരന് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഒരു വാച്ച് കെട്ടി, ഒരു ഷൂസ് ഇട്ടു, ഒരു പാൻറ് ഇട്ടു, ഒരു ഷർട്ട് ഇട്ടു, അത് ഏത് ബ്രാൻഡാണ്, അതിന് വില എത്ര വരും? നമ്മളും സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും എല്ലാം ഇൻസ്പയർ ആയിട്ടാണല്ലോ പല സാധനങ്ങളും നമുക്ക് അറിയണമെന്ന് പോലും തോന്നി തുടങ്ങുന്നത്. അപ്പോൾ അതിന് എഫിനെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എനിക്ക് എഫിന്റെ കൂടുതലും വാച്ചസിന്റെ ഒരു പ്രൊമോഷനാണ് ഇഷ്ടപ്പെടുന്നത്. വാച്ചിന്റെ ടെക്നിക്കലി പറഞ്ഞു കൊടുക്കുക, ആ വാച്ചിന്റെ വില പറഞ്ഞു കൊടുക്കുക, ആ വാച്ചിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം താങ്കൾ പറഞ്ഞാൽ തന്നെ ഇപ്പോൾ സബ്മറൈൻ വാച്ച് വെറുതെ അനാവശ്യമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടും കാണാം, ഇല്ലെങ്കിൽ ഓക്കെ വെറുതെ ഇമോഷണലി വാങ്ങിച്ചു കൊടുക്കുന്നത് മാത്രം, അതല്ലാണ്ട് ഒരു പേർപ്പസ് പർച്ചേസ് ആയിട്ടല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ റോളക്സിനകത്ത് ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്നിപ്പം കേരളത്തിൽ വളരെ ക്ഷാമമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ലേബേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടണം. ഇതൊരു ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് അല്ലേ, ഒരു ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പാണ്. ഈ എംപ്ലോയീസ് ഇല്ലെങ്കിൽ ഇതിന് പറ്റിയ എംപ്ലോയീസിനെയൊക്കെ വേൾഡിലേക്ക് നമുക്ക് ആവശ്യമുണ്ട്. കാരണം അത്രത്തോളം ഹ്യൂമൻ പോപ്പുലേഷനുണ്ട്. എങ്കിൽ പോലും ഈ പ്രൊഡക്ഷൻ ലിമിറ്റഡ് ആയതുകൊണ്ട് ഒരു പക്ഷേ റോളക്സ് രക്ഷപ്പെട്ട് നിൽക്കുന്നതാവും. ഈ ജോലി സാധ്യത അനുസരിച്ച് താങ്കൾ കേരളത്തിൽ ഈ വാച്ച് റിപ്പയർ ചെയ്യാൻ ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ ഫേമിലേക്ക് ആൾക്കാരെ അന്വേഷിക്കുമ്പോൾ സുലഭമായി കിട്ടാറുണ്ടോ? ഒരു കാരണവശാലും കിട്ടുന്നില്ല. ഒരു 40 വയസ്സിന് താഴോട്ടുള്ള ഒരു മെക്കാനിക്ക് ഇല്ല ഇന്ന് കേരളത്തിലേ ഇല്ല. ഉണ്ടാവില്ല എന്നുള്ള അക്ഷരാർത്ഥത്തിലല്ല പറയുന്നത്, വളരെ കുറവായിരിക്കും. നമുക്ക് തന്നെ ഇപ്പം ഈവൻ ഇപ്പോൾ കൊച്ചിയിലെ കാര്യം പറയുവാണെങ്കിൽ സുസ്റ്റൈമേഴ്സിന് തന്നെ ഏകദേശം 70ഓളം സ്റ്റോറുകളുണ്ട് ഇന്ത്യ ഒട്ടുക്ക്. അവർക്ക് ഒത്തിരി മെക്കാനിക്സിന് ആവശ്യമുണ്ട്.
സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. ഈവൻ അവർ തന്നെ ആളുകളെ സോഴ്സ് ചെയ്ത് വാച്ച് മെക്കാനിക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ച് അവർക്ക് ഫ്രീ ആയിട്ട് ജോലി കൊടുക്കാൻ വരെ തയ്യാറായിക്കൊണ്ടൊരു ഇനിഷ്യേറ്റീവ് വരെ ഞാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് മതിയായ ആളുകൾ കിട്ടുന്നില്ല. ഈവൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ടൈറ്റന് അങ്ങനൊരു സംഭവമുണ്ട്. നമ്മളൊരു 10-25 പിള്ളേരെ അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിന് പഠിക്കാൻ പറ്റിയ പിള്ളേരെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കും. അവരവിടെ തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കും. എന്നിട്ട് പോലും നമുക്ക് ആളുകളെ കിട്ടുന്നില്ല. ആളുകളുടെ എന്തോ ഒരു അറിവില്ലായ്മ കൊണ്ടാണെന്ന് തോന്നുന്നു ചെറുപ്പക്കാർ ഒരു കാരണവശാലും വാച്ച് മെക്കാനിക് സൈഡിലേക്ക് വരുന്നില്ല. എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊറോട്ട മാസ്റ്റർ 40,000 രൂപ 50,000 രൂപ സാലറി ഉണ്ട്. പക്ഷേ വീട്ടുകാർ ചോദിക്കുമ്പോൾ നീ പൊറോട്ട അടിക്കാൻ പോകുന്നുണ്ടോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സൊസൈറ്റി നീ എന്തോ വാച്ചിൻ്റെ മെക്കാനിക്കോ. പക്ഷേ വാച്ചിൻ്റെ ലക്ഷറിയസ് വില മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ മെക്കാനിക് എന്ന് ചോദിക്കുന്ന കണക്ക് ഇപ്പം ഈ മെക്കാനിക് എന്ന് പറയുന്ന ഒരു തൊഴിലിനോട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എല്ലാം പറയുന്ന മെക്കാനിക്കാണോ മേസ്തിരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം നമ്മളുടെ തലമുറകൾക്കുണ്ടാവുന്ന ഒരു സൊസൈറ്റി ഡീഫേമേഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ഡീഫെയിമിങ്ങോ ഇല്ലെങ്കിൽ ഹ്യൂമിലിയേഷനോ പേടിച്ചിട്ടാവാം, ഇല്ലെങ്കിൽ ബാധിക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാവാം. പക്ഷേ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ഒരു വലിയ പോസിബിലിറ്റിയാണ്. വാച്ച് മേക്കിംഗ് ഒരു വലിയ പോസിബിലിറ്റിയാണ്. ഒരുപാട് കോഴ്സസ് ഇതിനെപ്പറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിങ്ങളതിനകത്ത് അതിനകത്തൊരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടാവണം. തീർച്ചയായിട്ടും. അതല്ലാണ്ട് ഇപ്പോൾ ആർക്കും ചെയ്യാവുന്നൊരു കാര്യമല്ല. അതിനകത്തൊരു പ്രിസിഷൻ ഉണ്ട്. കുറച്ച് ഫോക്കസും പേഷ്യൻസും പാഷനും ഉണ്ടെങ്കിൽ സ്വിസ്സിൽ വരെ പോയി പഠിക്കാനുള്ള പോസിബിലിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് കേട്ടിട്ട് തോന്നുന്നത്. ശരിയല്ല? ഈവൻ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഒരു കോഴ്സുണ്ട്. അതിനകത്ത് ബേസ് കോഴ്സ് നമ്മുടെ പോളിടെക്നിക് ത്രൂ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തന്നെ പഠിച്ച് പാസ്സായ പലരും ഇന്ന് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ലേഡി മെക്കാനിക് വരെ ഉണ്ട്. ലേഡി മെക്കാനിക്ക് ഇന്നൊരു ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു ടൈറ്റൻ ഷോറൂമിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ലേഡിയാണ്. ഇപ്പോഴും ആ ചെറിയ കണ്ണാടി ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് അങ്ങനെ നോക്കിയാണോ ഇത്? അത് ലോക്കലി എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതല്ലാതെ ഇപ്പം അത് കണ്ണടയിലേക്ക് ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള വന്നിട്ടുണ്ട്. അതല്ലാതെ ഒരു സ്ക്രീൻ വെച്ചിട്ട് ചെയ്യുന്ന രീതികളുണ്ട്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആളുകളെല്ലാവരും ഇപ്പോഴും ആ ഒരു ലെൻസ് വെച്ചിട്ട്. പണ്ടൊക്കെ നമ്മൾ നാട്ടിൻപുറത്തോട് നടന്നു പോകുമ്പോൾ ഒരു കട കാണും, ഒരു വാച്ച് കട. അവിടെ ഒരു ചേട്ടൻ കുറേ ചത്ത ക്ലോക്കുകളുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഒരു കണ്ണാടിയും വെച്ച്. ആ ചേട്ടനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇതിനെ ബേസ് ചെയ്തിട്ട് ഇന്ത്യ അല്ലെങ്കിൽ കേരളം കോഴ്സ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആൻഡ് വാച്ച് മേക്കിംഗ് കോഴ്സസ് കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവരുടെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ പോസിബിലിറ്റീസ് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് സുല്ലേട്ടനായിട്ടുള്ള കോൺവെർസേഷനിൽ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് റോളക്സ് എന്നൊരു മഹത്തായ ബ്രാൻഡിൻ്റെ ഒരു ജേണി, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, അതെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം, ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ നമുക്ക് പല അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം, അല്ലേ? അതെ, തീർച്ചയായും. ശരിയല്ലേ? അതിനുള്ള ജോലി സാധ്യതകൾ ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. ഇങ്ങനെ എന്താ പറയുക, ഒരു ഓട്ടോറിക്ഷ ജീവിതത്തിൽ നിന്നും വേൾഡ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷൂറിയസ് ബ്രാൻഡ്, ഒരു റോയൽ റോളക്സിൻ്റെ ബ്രാൻഡിൻ്റെ ഒരു പണ്ഡിതൻ്റെ അടുത്താണ് ഞാനിരിക്കുന്നത്. ചെറിയ രീതിയിലാണെങ്കിൽ ഞാൻ തന്നെ പറയുക, കാരണം സുല്ലേട്ട അങ്ങനെ പറയത്തുള്ളൂ. സുല്ലേട്ട, വിൽ ഹാവ് എ റാപ്പിഡ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ എ ടീ ബ്രേക്ക്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സുനിൽ കുമാർ KG and this is Shine with Nalan. Stay tuned. Welcome back to Shine with Nalan, and you are in conversation with Sunil Kumar KG, and we are talking about Rolex. This is rapid fire, and the thing is like എനിക്ക് വിൻറ്റേജ് പഴയ പഴങ്കഞ്ഞി, കുത്തരിച്ചോറ്, നാരങ്ങ മിഠായി, അല്ലേ, അതേപോലെ ഹിബിസ്കസ് ടീ, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം ചെമ്പരത്തിപ്പൂവിൻ്റെ ടീ ആണ് ഡിവൈൻ ടീ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കട്ടൻ ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. കയ്യിൽ വെച്ചു, സിപ്പ് എടുത്തു. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ്, ഒരു ഓട്ടോറിക്ഷ ജീവിതത്തിൽ നിന്നും നമ്മൾ സ്വിസ് ഹൗസിലേക്ക് കയറുകയാണ്. ജീവിതത്തിൽ ആദ്യം കെട്ടിയ വാച്ച് ഓർമ്മയുണ്ടോ? ഉണ്ട്, ഓർമ്മയുണ്ട്. കാസിയോൻ്റെ വാച്ചാണ്. ഇപ്പോഴും ഉണ്ടോ സ്വന്തമായിട്ട്? എപ്പോഴും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം ഒരു
₹1000 താഴെ വിലയുള്ളൊരു വാച്ചാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. വാച്ച് വർക്കിംഗ് ആണ്. വർക്കിംഗ് ആണ്. എന്താ ആ വാച്ച് എന്തെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ടോ? സ്വന്തമായിട്ട് ഞാൻ ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കി വാങ്ങിച്ച വാച്ച് ആ സമയത്ത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ച് ഓഫ് വാച്ചിൽപ്പെട്ടതാണ്. ആദ്യമായിട്ട് കിട്ടിയ ലക്ഷറി വാച്ച്? ലക്ഷറി വാച്ച് എനിക്ക് സ്വിസ് ടൈമേഴ്സിൻ്റെ ഓണർ ഹഫീസ് അലാവുദ്ദീൻ ഗിഫ്റ്റ് തന്നൊരു ബ്ലേഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ വാച്ചുണ്ട്. ലക്ഷറി എന്ന് പറയുന്നില്ല ഞാൻ, എന്നാലും എന്നെ സംബന്ധിച്ചോളം പേഴ്സണലി പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു വില കൂടിയ വാച്ച്, ഒരു ഗിഫ്റ്റ്, ഒരു 25,000 to 30,000 വില വരുന്ന ഒരു വാച്ച്. ഈ വാച്ചുകളുമായിട്ടുള്ള ജീവിതത്തിൽ സുനിലേട്ടനെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണ്? വാച്ചിൽ നമ്മൾ വാച്ച് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നമ്മളത് മനസ്സിലാക്കി വാങ്ങിക്കുക. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കുറേ പൈസ മുടക്കി ഒരു വാച്ച് വാങ്ങിക്കാതിരിക്കുക. നമുക്കതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കുക. നമുക്ക് ഏത് വാച്ചാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുക. നമ്മളോട് ഏതാണ് സൂട്ടാവുന്ന ഏതാണെന്ന് നോക്കുക. ചില തിന്നായിട്ടുള്ള കൈയുള്ള ആളുകൾ വലിയ ടൈപ്പ് ഓഫ്, അതായത് എനിക്കത് കിട്ടിയതുകൊണ്ട് വാങ്ങിച്ചു, അങ്ങനെ അല്ലാതെ നമുക്ക് സൂട്ടാവുന്ന വാച്ച്, നമ്മുടെ റെസ്റ്റ് മാച്ച് ആവുന്ന വാച്ച് എല്ലാം നോക്കി അതിന് പേഷ്യൻസ് എടുത്ത് എക്സ്പേർട്ട് ആൾക്കാരെ ഒപ്പീനിയൻ എടുത്ത് ഒരു ഓതറൈസർ റീറ്റെയിലറുടെ അടുത്ത് പോയി വാങ്ങിക്കണം എന്നുള്ളതാണ് എനിക്ക്. എത്ര വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും ഇത് ആ ഒരു ബ്രാൻഡിനെ പറ്റി ഒരു കൺസൾട്ടൻസി ഒരു തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമുക്കൊരു സാധാരണക്കാരൻ മനസ്സിലാക്കാവുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറൊരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്, അത് ഞാൻ പകുതി വിലയ്ക്ക് തരാം എന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ അത് എപ്പോഴും അങ്ങനെ ഒരു വാച്ച് ഉണ്ടെങ്കിൽ തന്നെ അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു അറിയാവുന്ന ആൾ കൊണ്ടുപോയി നിന്നും വാങ്ങിക്കാതിരിക്കുക. നാളെ തിരിച്ചുകൊണ്ടേ കൊടുത്താലും കാശ് കിട്ടണം. അതെ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോവാം. റെഡിയല്ലേ? അതെ ശരി. എൻ്റെ അടുത്ത് സുലേട്ടൻ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വലിയ തലയൊന്നും അങ്ങ് കൊണ്ട് വെക്കാറില്ല. പക്ഷേ സുലേട്ട, റോളക്സ്, റെയ്ബാൻ, ഈ പറയുന്ന റോൾസ് റോയ്സ് ഇന്ന് സാധാരണക്കാർക്കൊരു സ്വപ്നമായിരിക്കാം. പക്ഷേ ഈ സാധാരണക്കാരെല്ലാം ഇന്നലത്തെ സാധാരണക്കാരല്ല. നമ്മളെ യൂസുഫ് അലി സാറിനെ എടുത്താലും, നമ്മളെ രവിപിള്ള സാറിനെ എടുത്താലും, നമ്മളെ ലാലേട്ടനെ എടുത്താലും, നമ്മളെ മമ്മൂക്ക എടുത്താലും അവരെല്ലാവരും ഇന്നലത്തെ സാധാരണക്കാരായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് അവരതെല്ലാം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടികൾ ഇല്ലേ, നമ്മളെ ഉറ്റുനോക്കുന്ന വരുന്ന തലമുറയ്ക്കും ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഓടുന്ന ഓട്ടത്തിൽ വഴിതെറ്റാതെ പോവാതിരിക്കാൻ ഇതൊരു മാർഗദർശിനിയായിരിക്കട്ടെ. തീർച്ചയായും. അതാണ് ഞാൻ സുലേട്ടടുത്ത് വരാൻ പറഞ്ഞത്. നമ്മൾ റാപ്പിഡ് ഫയറിലേക്ക് പോവാണ്. റോളക്സ് ഓർ ഒമേഗ? റോളക്സ്. വിൻറ്റേജ് ഓർ മോഡേൺ? വിൻറ്റേജ്. കളക്ട് ഓർ ഇൻവെസ്റ്റ്? ഇൻവെസ്റ്റ്. വൺ വാച്ച് എവറി മാൻ ഷുഡ് ഓൺ? അഫോർഡബിലിറ്റി നോക്കിയിട്ടാണ് നമുക്ക് ബ്രാൻഡ് പറയാൻ പറ്റുള്ളൂ. ഇവൻ ഇന്നല്ലെങ്കിൽ നാളെ അവൻ റോളക്സ്. കാരണം റോളക്സ് ഓൺ ചെയ്താൽ മതി. നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ അവിടെ എത്തൂ, നിങ്ങൾ പണിയെടുക്കൂ, അല്ലേ? മോർ ഓവർ റേറ്റഡ് വാച്ച് ട്രെൻഡ്? ആളുകൾ കൂടുതൽ നോക്കുന്ന റോളക്സ് തന്നെയാണ്. ഓവർ റേറ്റഡ് ആണെന്നും പറയാം, അല്ലേ? ശരി. എ വാച്ച് ഫോർ ഇമോഷൻ ഓർ സ്റ്റേറ്റസ്? ഇമോഷനാണ്, അതിൻ്റെ കൂടെ സ്റ്റാറ്റസും ആണ്. ടൈം ഓർ മണി? ടൈമുമാണ്, മണിയുമാണ്. ആ വാച്ച് ഓൺ ചെയ്യുന്നവൻ്റെ ഒരു ടൈം, വാച്ചിൽ കാണുന്ന സമയമല്ല, അത് വാച്ച് ഓൺ ചെയ്യുന്നവൻ്റെ ഒരു ടൈമും കൂടെ ആ വാച്ച്, ആ ടൈം ആയി, എനിക്ക് അത് അഫോർഡബിൾ ആയി എന്ന് കാണിക്കാനുള്ളത് കൂടി ഉണ്ടായിരുന്നു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ആ വാച്ച് കെട്ടുന്നവന്റെ ടൈം വാച്ച് കാണിക്കും. അതെ, അല്ലേ? ആ വാച്ച് കെട്ടവൻ പറയാം അവന് റോളക്സ് ആയിട്ട് അവന്റെ ടൈം കൊള്ളാം, അല്ലേ? ഈ റോളക്സ് വാച്ച് സ്പെഷ്യലായിട്ട് വല്ല ടൈമും കാണിക്കും. കാരണം ഇപ്പം നമ്മളൊരു കാഷ്യൂ ആയാലും ശരി, ഒരു ജി ഷോക്ക് ആയാലും ശരി, പണ്ടാരണ്ട് പറഞ്ഞ കണക്കെയാണ്. മാരുതി 800 ട്രാവൽ ചെയ്താലും നമ്മൾ തിരുവനന്തപുരത്തെത്തും, നമ്മൾ ബെൻസിൽ യാത്ര ചെയ്താലും തിരുവനന്തപുരത്തെത്തും. ഈ റോളക്സ് വാച്ചിൻ്റെ ടൈമിന് ഭയങ്കര പ്രിസിഷൻ ഉണ്ട്. തീർച്ചയായിട്ടും. അതായത് മറ്റുള്ള ബ്രാൻഡുകൾക്ക് ഇല്ല എന്ന് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല, പക്ഷേ റോളക്സിന് +or- 2 seconds മാത്രമാണ് ഒരു ദിവസം വ്യത്യാസം വരാൻ പറ്റുള്ളൂ. അതാണ് അവരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ്. അപ്പം അങ്ങനത്തെ ഒരു മെക്കാനിക്കൽ വാച്ച് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് വാച്ച് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു മെറ്റീരിയൽ അതുണ്ടാക്കി നല്ലൊരു ഡ്യൂറബിലിറ്റി അത് ഉണ്ടാക്കി തരുന്നത് കൊണ്ട് ആ വാച്ചിനെ നമ്മൾ ഓൺ ചെയ്യുന്നു, അത് നമ്മൾ വാങ്ങിക്കുന്നു, നമ്മളത് വെയർ ചെയ്യുന്നു. ബാറ്ററി ഓപ്പറേറ്റഡ് റോളക്സ് വാച്ചുകൾ അതായത് പറഞ്ഞില്ല നേരത്തെ, ഇപ്പോഴും അതൊക്കെ ഇല്ല. അത് 40 വർഷങ്ങൾക്ക് മുമ്പ്, 40-45 വർഷങ്ങൾക്ക് മുമ്പ് വൺ ടൈം റോളക്സ് ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കി നോക്കിയതാണ്. അതെ, എനിക്ക് തോന്നുന്നു ജപ്പാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ബാറ്ററി ഇമ്പോർട്ട് ചെയ്യണമെന്ന് പേടിച്ചിട്ടായിരിക്കും നിർത്തിയത്. അതിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഓട്ടോമാറ്റിക് വാച്ചുകളും മെക്കാനിക്കൽ വാച്ചുകളും മാത്രം നമ്മുടെ നാട്ടിൽ കിട്ടിക്കൊണ്ടുന്ന സമയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാസിയോ, സീക്കോ, സിറ്റിസൺ
തുടങ്ങിയ ബ്രാൻഡുകൾ ജപ്പാനിൽ നിന്ന് നമ്മുടെ വേൾഡ് മാർക്കറ്റിലേക്ക് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലേക്ക് വരികയും കേരളത്തിലേക്ക് വരികയും ചെയ്യുന്നത് നമ്മുടെ അഫോർഡബിലിറ്റി, അതായത് അന്ന് വരെ ഒരു വാച്ച് എന്ന് മാത്രമാണ്, ഒരു ടൈം നോക്കുന്ന ഒരു മെഷീൻ അല്ലെങ്കിൽ ടൈം നോക്കാനുള്ളൊരു കമ്പോണൻ്റ് എന്നാണ് വാച്ചിനെ നമ്മൾ കരുതിയിരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ള മെക്കാനിക്കൽ വാച്ചുകളെയോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ചുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്വാർട്സ് വാച്ചുകൾക്ക് വളരെ വിലക്കുറവായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ക്വാർട്സ് വാച്ചിൻ്റെ പുറകെ പോയി. അങ്ങനെ നമ്മുടെ വാച്ച് ഇൻഡസ്ട്രീനെ തന്നെ അത് ബാധിച്ചു. പ്രത്യേകിച്ച് കാരണമുണ്ടോ ഈ ക്വാർട്സിന്റെ പുറകെ പോകാനായിട്ട്? ഒന്നുമില്ല, അതിനകത്ത് ടൈം വില ഭയങ്കര കുറവാണ്, എല്ലാവർക്കും സമയം എല്ലാവർക്കും പറ്റും. അതായത് കുറച്ചും കൂടി വിദ്യാഭ്യാസം കുറഞ്ഞവർക്കും എഴുതി കാണിക്കണത് കൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. പിന്നെ അതിൻ്റെ വിലയും നിസ്സാര വിലയ്ക്ക് ആ വാച്ച് കിട്ടുന്നു. മറ്റുള്ള വാച്ചുകൾ ഒരു ഓട്ടോമാറ്റിക് വാച്ചോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വാച്ചോ മേടിക്കുന്നതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ സമയം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ പോയി അത് വേൾഡ് മാർക്കറ്റിനെ തന്നെ ബാധിച്ചു. ആ സമയത്ത് ഈവൻ റോളക്സിനും ഈവൻ വൻപൻ ഗ്രൂപ്പായ സ്വാച്ച് ഗ്രൂപ്പിന് പോലും അതൊരു പ്രശ്നമായി വന്നു. ആ സമയത്ത് റോളക്സ് ഒരു ക്വാർട്സ് വാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് വാച്ച്. ക്വാർട്സ് വാച്ച് എന്ന് പറയാൻ പറ്റില്ല, അനലോഗ് വാച്ച് തന്നെ ക്വാർട്സ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഇത് ഓപ്പറേറ്റ് ചെയ്തവർ അവർ ഇറക്കി. അങ്ങനെ അവരൊന്ന് ഇറക്കിയതാണ്, പിന്നെ അവർ ഇറക്കിയിട്ടില്ല. ആ വാച്ചാണ് താങ്കൾക്ക് ഞാൻ കാണാൻ പറ്റിയ ഭാഗ്യം കിട്ടിയത്. ഇപ്പം ഞാൻ 2-3 വാച്ചുകൾ അങ്ങനത്തെ കണ്ടു കഴിഞ്ഞു പല സ്ഥലത്തു നിന്നായിട്ട്. ഞാൻ പറഞ്ഞത് ഒരു ഫാമിലി ഇപ്പോഴും നമ്മുടെ കൊച്ചി എടപ്പള്ളിയിൽ ഉള്ളൊരു ഫാമിലിയിൽ അത് ഇപ്പോഴും ഓൺ ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ വാച്ചസിൻ്റെ ഒരു തരംഗം, പണ്ട് ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് പോക്കറ്റ് വാച്ച്, ഈ പോക്കറ്റ് വാച്ചസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണോ? പോക്കറ്റ് വാച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണോയെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വെച്ച് പറയുവാണെങ്കിൽ വേൾഡ് മൊത്തം പിടിച്ചു കുലക്കിയ ഒരു പോക്കറ്റ് വാച്ച് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് സ്വാച്ച് ഗ്രൂപ്പും വേൾഡിലെ അറിയപ്പെടുന്ന ഒരു AP എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ഓഡിമർ PK എന്നാണ് ആ വാച്ചിൻ്റെ കമ്പനിയുടെ പേര്. അവർ തമ്മിൽ ടൈപ്പിൽ ഒരു വാച്ച് അവർ ഇറക്കിയിട്ടുണ്ട്. അത് വലിച്ച് നല്ല ഒരു പോക്കറ്റ് വാച്ച്, അതല്ലെങ്കിൽ നമുക്കൊരു ഹാങ് ചെയ്തിട്ട് നമുക്ക് പോക്കറ്റിലിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ആ വാച്ചിൻ്റെ ലോഞ്ചോടനുബന്ധിച്ച് ആ ഷോറൂമുകൾ ഉണ്ടാക്കിയ തിരക്ക് കാരണം ആ വാച്ചിൻ്റെ സെയിൽ നിർത്തി വെച്ചേക്കുകയാണ്. 40,000 രൂപ വിലയേ ഉള്ളൂ ആ വാച്ചിന്. പക്ഷേ ആ വാച്ചിന് ഇപ്പോൾ റീസെയിൽ മാർക്കറ്റിലെ വില 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയാണ്. 40,000 രൂപ കൊടുത്ത് ഒരാൾക്ക് വാച്ച് ഉണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ കസ്റ്റമറുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഇവൻ 2 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചോളാം, ഒരു വാച്ച് കിട്ടി എനിക്ക് തരണം. നമ്മളാണ് അപ്പം വാച്ച് മേക്കേഴ്സിനെ എല്ലാം വഷളാക്കുന്നത്. ഇന്ന് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച അത് ലോഞ്ച് ചെയ്തു. അത് സ്വിസ്സിലാണ് ലോഞ്ച് ചെയ്തത്, അല്ല വേൾഡ് വൈഡ് അത് ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ അത് ബോംബെയിൽ പല്ലേഡിയം മാളിൽ സ്വാച്ച് ഗ്രൂപ്പിൻ്റെ ഒരു ഷോറൂമുണ്ട്, അവിടെ ആ വാച്ച് അവൈലബിൾ ആയിരുന്നു. പക്ഷെ തിരക്ക് കാരണം, അതായത് 3 ദിവസം 4 ദിവസം മുമ്പ് ക്യൂ നിന്നിട്ട് ആളുകൾ ക്യൂ നിൽക്കുകയാണ് ആ വാച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ക്യൂ നിന്ന് പോവാതെ അവരുടെ പകരക്കാരെ നിർത്തിയിട്ട് അവർ മാറുന്നു, അതിന് ശേഷം അയൽ തന്ന് തിരിച്ചു നിൽക്കുന്നു. ഇങ്ങനെയായി തിക്കും തിരക്കും വന്നു, ഒത്തിരി ആക്സിഡൻസ് സംഭവിച്ചു. വേൾഡ് വൈഡ് ആ വാച്ചിൻ്റെ സെയിൽ നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ ഇനി ഒരു അറിയിപ്പുണ്ടാകുന്ന ഒരു വാച്ച് വിൽക്കുന്നില്ല. പ്രൊഡക്ഷൻ നടക്കുന്നത് സ്വിസ്സിൽ ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുക. ഇവിടെയും മാത്രമല്ല, വേൾഡ് മാർക്കറ്റിൽ ഈവൻ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇത് ക്യൂവിൽ നിന്ന്. അത്രയും ആർട്ടിസ്റ്റിക് ആണോ ഇത്? അത്രയും ആർട്ടിസ്റ്റിക് ആണോ എന്ന് ചോദിച്ചാൽ, സ്വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ആൻഡ് ത്രോ വാച്ചാണ്. എൻ്റെ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 ലക്ഷം രൂപ താഴെ അല്ലെങ്കിൽ ഒരു 50,000 രൂപ താഴെ മാത്രം വില വരുന്നൊരു വാച്ചാണ്. ഓഡിമർ PK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി വലിയ ബ്രാൻഡാണ്. ഈവൻ ദ റോളക്സ് വെച്ച് കമ്പയർ ചെയ്താൽ പോലും കുറേയും കൂടി എക്സ്പെൻസീവ് വാച്ചാണ്, കോടികൾ വില മതിക്കുന്ന വാച്ചാണ്. അതാണ് 40,000 രൂപ. അതാ അവരുടെ ഒരു ബ്രാൻഡിൻ്റെ ലോഗോ അല്ലെങ്കിൽ ആ നെയിം ഈ വാച്ചിൽ കിട്ടുവാണ് നമുക്ക്. അതാണ് ആളുകളെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അത് അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സീരീസ് വാച്ചുണ്ട്, ആ വാച്ചിൻ്റെ ഷേപ്പിലാണ് ആ വാച്ച് അവരുണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വാച്ചിനോടൊരു സിമിലാരിറ്റി തോന്നും. അതിനകത്ത് AP ഓഡിമർ PK എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ 40,000 50,000 കൊടുത്ത് വാങ്ങിച്ചാലും അതൊരു വർത്താണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. പക്ഷെ അത് വാച്ച് ഫിസിക്കലി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് വാങ്ങിക്കാൻ ചാൻസ് കുറവാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ. സുലേട്ടാ, ഈ പഴയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ കുട്ടിക്കാലം, നമ്മൾ ഈ റോളക്സ് ഒക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളെയൊക്കെ ജീവിതത്തിലെ റോളക്സ് ആയിരുന്നു. എന്നിട്ട് നാരങ്ങ മിഠായി കിട്ടുക. നാരങ്ങ മിഠായിയുടെ കഥ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ നാട്ടിലാണോ പഠിച്ചത്? ഞാനിവിടെ തന്നെയാണ്.
നാരങ്ങ മിഠായി, കപ്പലിന് മിഠായി, പണ്ടൊരു തേങ്ങാ മിഠായി ഉണ്ട്. ഓ അറിയാം അല്ലെ, 5 പൈസ, 5 പൈസ 5 പൈസ, 10 പൈസ. ഇനിയിപ്പോ ഞാൻ ചിന്തിക്കുന്നത് അതും ഒരു കളക്ഷനായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഈ 5 പൈസ, 10 പൈസ, എൻ്റെ കയ്യിലുണ്ട്. 20 പൈസ. എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ 1 പൈസ, 2 പൈസ, 3 പൈസ, 5 പൈസ, 10 പൈസ, 20 പൈസ. ഒരു എൻസൈക്ലോപ്പീഡിയ ആണെന്നുള്ള വിവരം ഞാൻ ഇപ്പോഴാണ് ഞാൻ അതൊരു പണ്ട് മുതൽ എൻ്റെ കയ്യിൽ എപ്പോഴും ആ സാധനമാണ്. ഞാൻ കൊണ്ടു നടക്കും. അത് ഒരു പരിധിവരെ എൻ്റെ വണ്ടിയിൽ എപ്പോഴും ഞാൻ അത് വെച്ചിട്ടുണ്ടാവും. ഒരു വണ്ടി കൊള്ളുമോ അത്? അല്ല, ഒരു പീസ്, ഒരു പൈസയുടെ 1, 2 പൈസയുടെ 1, ഒരു ആൽബം പോലെ. അല്ല, ഒരു ചെറിയ കിറ്റിലിട്ട് ഞാനത് എപ്പോഴും കയ്യിൽ വെച്ചു. അതൊരു ആൽബം പോലെ ആക്കിയിട്ട് എല്ലാം ഞാൻ ഒട്ടിച്ചൊട്ടിച്ചൊട്ടി വെച്ച്. അതുപോലെ എൻ്റെ കയ്യിൽ മറ്റേ കോയിൻസ്, ഞാൻ എൻ്റെ കുറച്ച് കോയിൻസ് കളക്ഷൻ ഉണ്ട്. 1000 രൂപയുടെ കോയിൻ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള 1000 രൂപയുടെ കോയിൻ ഞാൻ കണ്ടിട്ടില്ല. 75 രൂപയുടെ കോയിൻ. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. 75 രൂപയുടെ കോയിൻ, 150 രൂപയുടെ കോയിൻ. 100 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യും. 100 ഉണ്ട് എൻ്റെ കയ്യിൽ. 100 കോയിനും ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? 60 കോയിനുണ്ട്. ആണോ? ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അല്ലല്ല, ഇത് പബ്ലിക്ലി അവൈലബിൾ ആണ്, ഒരു സമയത്ത് മാത്രം. എന്തോ പറ. അതാ നമ്മൾ 20 പൈസ, 20 രൂപയുടെ കോയിന് ഞാൻ കണ്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 1000 നോട്ടിപ്പുണ്ട് ഇപ്പോൾ. ആണല്ലേ? 20 രൂപയുടെ കോയിൻ. അല്ല, ഞാനൊരു മാക്സിമം എനിക്കൊന്ന് 10 രൂപയുടെ കോയിൻ വരെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കയ്യിലുണ്ട് 1000 രൂപയുടെ കോയിൻ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആണല്ലേ? എനിക്ക് പിന്നെ കോയിൻസിനോട് ഒരു താല്പര്യം ചുവന്നോണ്ട്. നമ്മുടെ ബൃഹദേശ്വര ടെമ്പിളില്ലേ, ആ ടെമ്പിൾ പണിതിട്ട് നമ്മൾ 1000 വർഷമായല്ലോ. അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇറക്കിയേക്കുന്ന കോയിനാണ് ആ കോയിൻ, 1000 രൂപ. പിന്നെ നമ്മുടെ കയർ ഫെഡ് ഇല്ലേ, കയർ ഫെഡ് ഫോം ചെയ്തിട്ട് 75 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു ആനിവേഴ്സറി പോലെ ഇറക്കിയേക്കണാണ് 75 രൂപയുടെ കോയിൻ. എനിക്ക് സുല്ലേട്ട ഇതിങ്ങനെ ട്രാക്ക് വെച്ചിട്ടുണ്ടോ? 2000 രൂപയുടെ കോയിൻ ഇറങ്ങി 2 വരട്ടെ. അങ്ങനെ ആ കോയിൻ കിട്ടാൻ നമുക്ക് 1000 രൂപ കൊടുത്താൽ പോരാ. ഞാൻ 1000 രൂപയുടെ കോയിൻ മേടിച്ച് 14,000 രൂപ കൊടുത്തിട്ടാ. അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുക. കളക്റ്റബിൾ ആയിട്ടാണ് അതല്ല. അത് ഒറിജിനൽ കിട്ടണം. ഭാഗ്യം വേണം. അല്ല, ഇന്ത്യ ഗവൺമെന്റ് ഇറക്കും. അവർ ഇന്ത്യ ഗവൺമെന്റ് സീലോട് കൂടി അതവർ ഇറക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഓതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് നിലവിലുള്ള ഒരു 5 രൂപയുടെ കോയിൻ, ഒരു 5 രൂപയുടെ കോയിൻ അതിനകത്ത് ഉണ്ടാക്കി വയ്ക്കും. അതായത് 1000 രൂപയുടെ ഒരു കോയിൻ അതേ ഷേപ്പിലുള്ള ഒരു 5 രൂപയുടെ കോയിൻ അതിനകത്ത് ഉണ്ടാക്കി വയ്ക്കും. ഇത് കറൻസി ആയിട്ടല്ല, ഇത് സർക്കുലേറ്റഡ്, ഇത് നമ്മൾ ട്രാൻസാക്ഷൻ മണി ആയിട്ടല്ല. കറക്റ്റ്. അതെ, ഒരു കൊടുത്ത കാര്യമൊന്നുമില്ല. അതങ്ങനെ കൊടുക്കണം മണ്ടത്തരല്ലേ? നമ്മൾ 1000 രൂപയ്ക്ക് വേണ്ടി കോയിൻ കൊടുത്തു പോയാൽ നമുക്ക്. ഞാൻ ചോദിച്ചത് എന്നാലും 20,000 രൂപയുടെ കോയിൻ എന്നൊക്കെ പറഞ്ഞു. അത് 20 രൂപയുടെ കോയിൻ. അത് ഞാനൊരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി മേടിച്ച്, എൻ്റെ കയ്യിൽ ചെറിയ പറയുണ്ട്. ഞാൻ പറ നിറച്ച് ഞാൻ നാണയം വെച്ച് നിറയ്ക്കണം. നമുക്ക് പണ്ടൊക്കെ സ്വർണ്ണ നാണയം വെച്ച് നിറയ്ക്കണം എന്നൊക്കെ. അതുകൊണ്ട് ഒരു കോയിൻ നമുക്ക് അഫോർഡബിൾ ആയ സാധനമല്ലേ. ഒരാഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ്. പാട്ട് പാടുവോ? ഇല്ല. എന്തായാലും ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ. വാച്ചിൻ്റെ വേൾഡിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇനിയും ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. റോളക്സ് വാച്ച് എന്നും ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ലോകത്തെ എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ്. പ്രത്യേകിച്ചും അതിനകത്ത് ക്രൗൺ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. നമ്മളെ തലയിലൊരു കിരീടം അല്ലേ? തീർച്ചയായിട്ടും. താങ്കൾ റോളക്സ് സ്വന്തമാക്കി ചോദിക്കാല്ലോ. ലാലേട്ടൻ, മമ്മൂക്ക ഇവരെല്ലാവരും റോളക്സ് പ്രണയികളാണല്ലോ. ഈ മമ്മൂക്കയും മോഹൻലാൽ ആരാണ് കൂടുതൽ വാച്ച് പ്രേമി? മമ്മൂക്കയുടെ, നമ്മുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് മമ്മൂക്ക മറ്റുള്ള ഗാഡ്ജറ്റ്സിലാണ് കൂടുതൽ. കാറുകള്, ക്യാമറ, മറ്റുള്ള സാധനങ്ങളിലാണ്. വാച്ചുകളും ഉണ്ട്, ഒത്തിരി നല്ല വാച്ചുകളുണ്ട്. ലാലേട്ടനാണ് കുറച്ചും കൂടി വാച്ച് പ്രേമി എന്ന് പറയാൻ പറ്റുന്നത്. യൂസുഫ് അലി സാറും ഒക്കെ അറിയാമല്ലോ. യൂസുഫ് അലി സാറിനെ പറ്റി നമ്മൾ കേട്ടു. ഒരുപാട് സന്തോഷം. നമ്മളെ കേരളത്തിലെ ഇനി വരുന്ന തലമുറകൾക്ക് വാച്ചുകളെ പറ്റി കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും പറ്റട്ടെ. സുല്ലേട്ടനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. തീർച്ചയായിട്ടും. കൺസൾട്ടൻ്റായിട്ട് ഒരു 5 പൈസ പോലും വാങ്ങിക്കാണ്ട് കുട്ടികളുടെ കരിയർ ഗൈഡൻസിന് വേണ്ടിയുള്ള എന്ത് ഉപദേശവും കൊടുത്തൂടെ? തീർച്ചയായിട്ടും. കുട്ടികൾ നന്നാവട്ടെ, നമ്മുടെ തലമുറകൾ നന്നാവട്ടെ. നിങ്ങളെല്ലാവരും നാളെ ഒരു റോളക്സ് കെട്ടി നടക്കണം എന്നുള്ള, എല്ലാവർക്കും കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം ഹൈലി ഡിമാൻഡബിൾ വാച്ചാണ്. പക്ഷെ ആഗ്രഹിക്കുന്നവൻ അത് നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ജേണി തന്നെ അതിനൊരു വലിയ എക്സാമ്പിളാണ്. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ. Thank you for being with us in Shine with Nalan. It was a very interesting conversation. Thank you so much, Sulleta. Thank you. Bye. Some people wear watches to check the time. Others wear them to remember journeys, struggles, achievements, and moments that changed their lives. Because sometimes a watch is not just an accessory. It becomes a story worn on the wrist. This was Shine with Nalan, featuring Sunil Kumar KG. See you in the next conversation. Bye-bye.